നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. എന്താണ് ഇസ്രായേലിന്റെ മനസ്സിൽ? ഇറാനിൽ നിന്നുള്ള തിരിച്ചടി അത്ര പെട്ടെന്ന് മറക്കാൻ ഇസ്രായേലിനാകുമോ? ഒക്ടോബർ 7-നാണോ? നമുക്കറിയാം ഒക്ടോബർ 7-ന്റെ പ്രത്യേകത. കഴിഞ്ഞ ഒക്ടോബർ 7-നായിരുന്നു ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആക്രമണം ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന്റെ വാർഷിക ദിനത്തിൽ തിരിച്ചടിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുകയാണോ? അങ്ങനെ ചില സൂചനകൾ കൂടി അല്പം മുമ്പ് പുറത്തു വരുന്നുണ്ട്. ശക്തമായ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ഉണ്ടാകും എന്നാണ് അമേരിക്ക അടക്കം ഇപ്പോൾ ചില സോഴ്സുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം ഇസ്രായേൽ കടുപ്പിച്ചിരിക്കുന്നു. കരവ്യോമയുദ്ധം വളരെ ശക്തമായി തന്നെ ഇപ്പോൾ മുന്നേറുന്നു എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം ഇറാന്റെ ഭാഗത്ത് നിന്ന് അയത്തുള്ള ഖൊമേനിയുടെ വെല്ലുവിളി, അത് ഇസ്രായേൽ ഏറ്റെടുത്താൽ എന്തും സംഭവിക്കാം. പശ്ചിമേഷ്യയിൽ ആണവ നിലയങ്ങളും എണ്ണ സംഭരണികളും ഇറാന്റെ ആക്രമിക്കപ്പെട്ടാൽ അതിന്റെ പരിണത ഫലം ഭയാനകമാകില്ലേ? ഈ വിഷയമാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇസ്രായേലിൽ നിന്ന് ശ്രീ ജോസ് ലീബ, ഒപ്പം ഇസ്രായേലിൽ നിന്ന് തന്നെ ശ്രീ സ്റ്റീഫൻ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ഡോക്ടർ മോഹൻ വർഗീസ് ഉണ്ട്, വിദേശകാര്യ വിദഗ്ധൻ, എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ. കേണൽ ഡെന്നി, മുൻ കരസേനാ ഉദ്യോഗസ്ഥൻ, നമ്മോടൊപ്പം ചേരും. ഫൊക്കാനയുടെ പ്രസിഡന്റും രാഷ്ട്രീയ നിരീക്ഷകനും ന്യൂസ് 18-ന്റെ ഇന്റർനാഷണൽ അഫയേഴ്സ് നോക്കുന്ന ആളുമായ സജിമോൻ ആന്റണി ഈ ചർച്ചയുടെ ഭാഗമാകും. എല്ലാ അതിഥികൾക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്ക് ഈ ഇറാന് പിന്നാലെ ഇറാഖിൻ്റെ ഭാഗത്തു നിന്നും ആക്രമണമുണ്ടായി. കഴിഞ്ഞ ദിവസം 2 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഈ സമാനതകളില്ലാത്ത തരത്തിലുള്ള ഒരു വളഞ്ഞിട്ടുള്ള ഒരു ആക്രമണം ഇസ്രായേലിൽ സംഭവിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ അത്ര പുറത്തു വരുന്ന ചില കണക്കുകൾ അനുസരിച്ച് അത്ര ചെറുതല്ല ഇറാൻ നടത്തിയ ആക്രമണം ഇസ്രായേലിൽ സംഭവിപ്പിച്ചിരിക്കുന്നത് എന്നല്ലേ? അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാ അതിരുകളും വിട്ട് ഈ യുദ്ധത്തിൻ്റെ സ്വഭാവം നീങ്ങുകയാണ്. ഒന്ന്, യുദ്ധത്തിൻ്റെ ആക്രമണത്തിൻ്റെ രൂക്ഷത. 2, എസ്കലേഷൻ. കൂടുതൽ പ്ലേയേഴ്സ് രംഗത്ത് വരികയാണ്. ഇന്ന് വൈകി കിട്ടുന്ന വിവരമനുസരിച്ച് പുതിയൊരു രാജ്യം, അവിടുത്തെ മിലീഷ്യ, അതായത് ഇസ്രയേലിൻ്റെ ശത്രുത ഇറാനോട് മാത്രമായിരുന്നു ഈ റൗണ്ടിൽ. പക്ഷേ ഇറാഖ് എന്ന ഇറാൻ അനുകൂല ഷിയാക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന ചില മിലീഷ്യകളുണ്ട്. ഇറാൻ നട്ട് നനച്ചു വളർത്തിയ മിലീഷ്യകൾ, അവരിതാ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു. അയൺ ഡോമിനെ ഭേദിച്ചുകൊണ്ട് ഏതാനും മിസൈലുകൾ, അങ്ങോട്ടൊന്നും മിസൈലുകളല്ല, ഡ്രോണുകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. 2 ഡ്രോണുകൾ എന്തായാലും കടന്നു വന്നു. അതിൽ ഒരു ഡ്രോൺ ആക്രമണത്തിൽ 2 ഇസ്രയേലി ഭടന്മാർ അവിടെ മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എവിടെയാണെന്നുള്ളതാണ് പ്രധാനം. ഗോലാൻ കുന്നുകളിലാണ്. ഗോലാൻ കുന്ന് സിറിയയുടെ കയ്യിൽ നിന്നും 67-ലെ യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത ഭാഗമാണ് ഗോലാൻ ഹൈറ്റ്സ്. ഇവിടെ ഗോലാൻ ഹൈറ്റ്സ് ഒരു തർക്ക വിഷയമായി സിറിയയ്ക്കും ഇസ്രായേലും ഇടയിൽ നിൽക്കുമ്പോൾ ആ ഗോലാൻ കുന്നിലേക്ക് കൂടി യുദ്ധം വ്യാപിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണോ ഇറാൻ്റെ ഭാഗത്തു നിന്ന് പ്രോക്സികളിലൂടെ ചെയ്യുന്നത് എന്നതാണ്. അപ്പം 4 പാടിൽ നിന്ന് ഹൂതികൾ യമനിൽ നിന്നും, അത് വളരെ തെക്കാണ്. അതുപോലെ ഹമാസ് ഗസയിൽ നിന്നുകൊണ്ടും ഹിസ്ബുള്ള ലെബനനിൽ നിന്നുകൊണ്ടും 4 പാട് നിന്നുകൊണ്ട് ആക്രമണം നടത്തുകയും അതിനോടൊപ്പം തന്നെ ഏറിയൽ ബോംബാർഡ്മെൻറ്റിലൂടെ ഇസ്രായേലിനെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുന്ന ഇറാൻ്റെ തന്ത്രം. ഇവിടെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഏത് നിമിഷവും സംഭവിക്കാം എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വൈകി എത്തുന്നത്. അതുകൊണ്ട് ഇപ്പോഴും സംഘർഷത്തിന് തീരെ അയവ് വന്നിട്ടില്ല എന്ന് തന്നെയാണ് നിഗമനം. ജോസ്ലീബ, ഇന്ന് ഇപ്പോൾ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകും. ഇന്ന് നമുക്കറിയാം പ്രധാനപ്പെട്ട ദിവസമാണ്. അവിടുത്തെ ഈ ന്യൂ ഇയർ പുതുവത്സരത്തിൻ്റെ ഭാഗമായുള്ള വ്രതാനുഷ്ഠാനങ്ങൾ കഴിയുന്ന ഒരു ദിവസം കൂടിയാണ്. അതേറെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇതേ സമയം ഏതാണ്ട് അടുക്കുമ്പോഴൊക്കെയാണ് അവിടെ ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത തരം ആക്രമണം ഉണ്ടാവുകയും കാഷ്വാലിറ്റീസ് ഉണ്ടാവുകയും തുടർന്ന് ഈ ഗസ യുദ്ധം ആരംഭിക്കുകയും ഒക്കെ ചെയ്ത് ഇന്നും നാളെയും നിർണായകമാകാം എന്ന് കരുതേണ്ടേ? അത്തരം വല്ല മുന്നറിയിപ്പുകളോ മറ്റോ ഉണ്ടോ അവിടെ? ഇതുവരെ അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇല്ലെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മുന്നറിയിപ്പില്ല. ഈ TV ചർച്ചകളിലും മറ്റ് ന്യൂസ് ചാനലുകളിലും ഇതിനെപ്പറ്റി വരുന്ന വാർത്തകൾ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അറിവുള്ളൂ. എങ്കിലും ഒരു ചെറിയ ആശങ്കയോട് കൂടിയാണ് ആളുകൾ ഇരിക്കുന്നത്. എന്തെങ്കിലും അറ്റാക്ക് ഇവിടെ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത, ചെറിയൊരു ഭീതി ജനങ്ങളിലും അതേപോലെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേപോലെ ഇസ്രായേൽ അതേ സമയത്ത് തന്നെ വീണ്ടും ഗാസയിലേക്കും അതേപോലെ ലെബനനിലേക്കും അറ്റാക്കുകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗാസയിൽ തുൽക്കറാം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് റെഫ്യൂജി ക്യാമ്പിലേക്ക് മിസൈൽ ചെയ്തതിന് ശേഷം 18 പേരോളം മരിച്ചു. അതുകൊണ്ട് ഇന്നലെ പലസ്തീൻ ഏരിയ കംപ്ലീറ്റും ഹർത്താൽ ആചരിക്കുകയായിരുന്നു. സാധാരണ രീതിയിൽ കാണാത്ത രീതിയിൽ എല്ലാ കടകളും അടച്ചാണ് പലസ്തീൻ അതിനുവേണ്ടി
പ്രതികരിച്ചത്. അതേപോലെ ഈ പുതിയൊരു ഇത് ലെബനന് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഹിസബുള്ളയുടെ ഏരിയയിൽ നിന്ന് അടുത്തുള്ള ആളുകളോടെല്ലാം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓർഡർ ഏകദേശം ഒരു 40 മിനിറ്റ് മുമ്പ് ഇവിടുത്തെ TV ചാനലിൽ കാണിച്ചു തുടങ്ങി. അതേപോലെ ലെബനനിലേക്കും ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇറാഖിൽ നിന്ന് ഗോലാൻ കുന്നുകളിലേക്കും ഇറാഖ് റബൽസ് ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തി 2 സൈനികര് കൊല്ലപ്പെട്ടു. ഇതൊക്കെയാണ് ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സംഭവങ്ങൾ. ആളുകൾ ചെറിയൊരു ഭീതിയിലാണ്, എന്തെങ്കിലും ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്തയിലൂടെ ജീവിക്കുന്നു. ഈ 181 മിസൈലുകൾ ഇറാൻ പായിച്ച സമയത്ത് താങ്കൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. അന്ന് ഈ ബങ്കറുകളിലൊക്കെ ആളുകൾ അഭയം പ്രാപിച്ചത് നമ്മൾ കണ്ടു. അത്തരം നിർദ്ദേശങ്ങൾ ഇതിനകം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഈ പറഞ്ഞതുപോലെ മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആണ് എന്ന് നമുക്കറിയാം. ഈ സാധാരണക്കാർക്ക് അധികം പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം കൂടിയാണ്, നമുക്കറിയാം അത്രത്തോളം സംവിധാനങ്ങളുണ്ട്. പക്ഷെ അത് ഈ 4 വാർഡിൽ നിന്നും ഇത്തരം വലിയ വലിയ ആക്രമണങ്ങൾ സംഭവിക്കുമ്പോൾ കൂടുതൽ മുൻകരുതലുകൾ ആ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നുവെന്നാണോ? ഇസ്രായേലി ഇസ്രായേലിലെ ആളുകൾ വർഷങ്ങളായിട്ട് യുദ്ധം കണ്ട് ജീവിച്ച ആളുകളാണല്ലോ. ഇവിടെയുള്ള ആളുകൾ വർഷങ്ങളായിട്ട് യുദ്ധങ്ങൾ കാണുന്നതാണ്. പക്ഷെ ആ ഇറാൻ അറ്റാക്ക് എല്ലാ ജനങ്ങളിലും ചെറിയൊരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു ആ ഒരു സമയം. പക്ഷെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് മാറുകയും ചെയ്തു. പിന്നെ ഇവിടെ ഈ ന്യൂ ഇയറിന്റെ ഒരു ആഘോഷങ്ങളായതുകൊണ്ട്, അവധി ദിവസങ്ങളായതുകൊണ്ട് ട്രാഫിക്കും റോഡിലുള്ള ജനത്തിരക്കും കടകളിലുള്ള തിരക്കും എല്ലാം പൊതുവെ കുറവാണ്. അതേപോലെ വേറെ ഒരു പ്രത്യേക ഇൻഫർമേഷൻസ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഹോം ഫ്രണ്ടിൽ നിന്നോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ അവർ അറിയിക്കുന്നതായിരിക്കും. TV ചാനലിൽ കാണുന്ന വാർത്ത മാത്രമാണ് ഇപ്പോഴുള്ള ഒരു ആശ്രയം അപ്ഡേറ്റിന് വേണ്ടിയിട്ട്. ശ്രീ സ്റ്റീഫൻ, ഇന്ന് മുതൽ കുറച്ചുകൂടി സജീവമാവുകയാണ് ജനജീവിതം എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ അന്ന് നേരത്തെ സ്റ്റീഫൻ സംസാരിച്ചപ്പോൾ ഇറാൻ്റെ ആ സമയത്തൊക്കെ ആളുകളൊക്കെ സേഫാണ്, സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ പശ്ചാത്തലമുണ്ടായിരുന്നു. നമ്മുടെ മലയാളികളൊക്കെ ചില മുന്നറിയിപ്പുകളും മുൻകരുതലും ഒക്കെ എടുത്തു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ന് മുതൽ എന്തെങ്കിലും പ്രത്യേക കരുതലുകൾ ചില സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അവിടെ സംഭവിക്കുന്നുണ്ടോ? അല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ ഇവിടുത്തെ സോഷ്യൽ മീഡിയകളിലും പിന്നെ TV-യിലും മാത്രമാണ് ഇപ്പൊ ഇതിനെക്കുറിച്ച് നമുക്കൊരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞത്. പക്ഷേ നമുക്ക് ഒഫീഷ്യലി നമുക്ക് ഒരു അറിയിപ്പ് കിട്ടുന്നത് IDF-ന്റെ ഇൻസ്ട്രക്ഷൻ ആണ്. IDF നമുക്ക് കറക്റ്റായിട്ട് ആ സമയത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ ഇതുവരെ നമുക്ക് ഒഫീഷ്യലി നമ്മളെല്ലാവരും ഒഫീഷ്യലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഇൻഫർമേഷൻ IDF-ന്റെ മാത്രമാണ്. പക്ഷെ IDF നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മറ്റുള്ള സോഴ്സിൽ നിന്ന് പല ന്യൂസുകളും പലതും ഇവിടെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് IDF-ന്റെ വന്നാലേ മാത്രമേ അറിയത്തുള്ളൂ. എന്നിരുന്നാൽ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരും പ്രത്യേകിച്ച് പാനിക്കല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം. ഇറാന്റെ ആക്രമണത്തിൽ സംഭവിച്ചത് നമ്മൾക്ക് നേരിട്ട് കാണാൻ പറ്റിയിരുന്നു. ഇത്രയും ഭയാനകമായ രീതിയിലുള്ളൊരു സംഭവം നടന്നിട്ട് ഒരാൾക്ക് പോലും പരിക്കുണ്ടാവുകയോ ഒരാൾക്ക് പോലും ഒരു പ്രശ്നങ്ങളോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്തു വന്നാലും ഇവിടുത്തെ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇവിടുത്തെ സംവിധാനങ്ങൾ, അതായത് ഇവിടുത്തെ മിലിറ്ററി സംവിധാനങ്ങൾ ഈ ഇസ്രായേലി പൗരന് കൊടുക്കുന്ന അതേ ഇത് തന്നെയാണ് നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും തരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതുവരെ നമ്മളാരും ആൾക്കാർ പോലും പാനിക്കല്ല. അതാണ് സാഹചര്യം. സർ, കേരള ഡെന്നി, ഇവിടെ നമുക്കറിയാം 4 ചുറ്റും നിന്നും ആക്രമിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ശത്രുക്കൾ, അതിനിടയിൽ ഒരു ചെറിയ രാജ്യം. പക്ഷേ അവർ എത്ര ആർജവത്തോടെ അവർ പിടിച്ചു നിൽക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ അവരുടെ ആക്രമണങ്ങൾക്കൊട്ട് മൂർച്ച കുറയ്ക്കുന്നുമില്ല. ഇന്നിപ്പോൾ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ അതിശക്തമായ വ്യോമ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇറാനുള്ള ഒരു തിരിച്ചടി എപ്പോഴുണ്ടാകും, അതിപ്പോൾ 7-ാം തീയതി എന്ന ഒരു ടാർഗറ്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അമേരിക്കയൊക്കെ അടക്കം ഇപ്പോൾ ചില വാർത്താ സോഴ്സുകളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു ആക്രമണം ഇറാനിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ്. പക്ഷേ അയത്തുള്ള ഖൊമേനിയെ പോലെയുള്ള നേതാക്കൾ ഇനി അത്തരമൊരു ധൈര്യം ഇസ്രായേലിനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായാൽ കൂടുതൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ സാഹചര്യങ്ങൾ അത്ര എളുപ്പമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉള്ളതുപോലെ. തീർച്ചയായിട്ടും ശ്രീരഞ്ജിത്ത്, അതിനകത്ത് സംശയമില്ല, ഒരു ഡിഫിക്കൽട്ട് ടൈം തന്നെയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഇതിനെ ഒരു വലിയ രീതിയിലുള്ള ഒരു എസ്കലേഷനിലേക്ക് പോകാൻ സാധ്യത കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പല കാരണങ്ങളുണ്ട്. ഏറ്റവും ഫസ്റ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരുടെ മെയിൻ ടാസ്ക് അല്ലെങ്കിൽ മെയിൻ ടാർഗറ്റ് ആദ്യത്തെ ഒരു 7-8 മാസം ഹമാസ് ആയിരുന്നു. ആ ഹമാസിനെ തന്നെ അവർക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യാൻ ഏകദേശം ഒരു 8 തൊട്ട് 10 മാസം വരെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് അവർ ഹിസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം ലിറ്റാനി റിവറിന്റെ സൗത്തിലുള്ള ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചോളം ഇസ്രായേലിനും ഇറാനും തമ്മിലുള്ള
ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് അവർ തമ്മിലുള്ള ലാൻഡ് ബോർഡർ ഇല്ല. അപ്പം ഏതെങ്കിലും ഒരു ആക്രമണം നടത്തണമെങ്കിൽ അത് ബൈ എയർ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ബൈ എയർ ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് എത്ര മിസൈൽസ് ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എത്ര നിങ്ങൾക്ക് ഇപ്പോൾ 1000 ഉണ്ടെങ്കിൽ 1000 ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ നിങ്ങൾക്ക് മിസൈൽസ് ഒന്നും പെട്ടെന്നൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എയർഫോഴ്സിന്റെ പ്ലെയിൻസിനാണെങ്കിലും അതിനും ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം ഒരു ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ വരാനുള്ള സാധ്യത അത്രയും കുറയുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു, ഏപ്രിലായാലും ശരി ഇപ്പോഴായാലും ശരി. അവർ ചെയ്തപ്പോഴും അവരൊരു ഒരു ഒരു പെക്യൂലിയർ രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അതായത് അവർ 3 എയർബേസും മൊസാദിന്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ആ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവർ അതിനുവേണ്ടി മാത്രമാണ് ടാർഗറ്റ് ചെയ്തത്. അപ്പം മറ്റ് രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാവണ്ട എന്നുള്ള ഒരു കരുതൽ ഇറാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ സ്റ്റീഫനൊക്കെ പറഞ്ഞ പോലെ അവിടെ ഒരു രീതിയിലുള്ള സിവിലിയൻ കാഷ്വാലിറ്റീസും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഇസ്രായേലിനെ സംബന്ധിച്ചോളം അത് ഇസ്രായേലിനെ ഒരു പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇവിടെ കാഷ്വാലിറ്റീസ് നടന്നിരുന്നെങ്കിൽ, ഇപ്പം 1000-ഓളം ആളുകളെല്ലാം കാഷ്വാലിറ്റീസ് സംഭവിച്ചിരുന്നെങ്കിൽ, എങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള വലിയ ഒരു രീതിയിലേക്കുള്ള തിരിച്ചടിക്ക് പോകണമായിരുന്നു. ഇനി തിരിച്ച് ഇസ്രായേൽ എന്തായാലും തിരിച്ചടിക്കുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അവരൊരു ഡിറ്ററൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർ ചെയ്യും. അവിടെയും എനിക്ക് തോന്നുന്നു അതൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് ആയിരിക്കും മാത്രം. അത് പലരും കരുതുന്ന പോലെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനൊന്നും ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഒന്നാമത് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അവരുടെ ഇറാനെ സംബന്ധിച്ചോളം അവരുടെ മൗണ്ടൻസിലും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസിലാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പോയി ടാർഗറ്റ് ചെയ്യാൻ അത്രമാത്രമുള്ള എയർഫോഴ്സ് കാപ്പബിലിറ്റി, ലോജിസ്റ്റിക് കാപ്പബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഇനിയും അറിയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറിനെ തകർത്തു കഴിഞ്ഞാൽ ആ ന്യൂക്ലിയർ നോളജ് അല്ലെങ്കിൽ ആ ന്യൂക്ലിയർ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ഓൾറെഡി ഇറാന്റെ ഉണ്ട്. അപ്പൊ ഇത് ഇപ്പൊ നിങ്ങൾ എക്യുപ്മെന്റ് ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ഇറാനിന് വീണ്ടും ഒരു കാര്യം കിട്ടുകയാണ്. അതായത് നോക്കൂ, ഞങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ തകർത്തു, ഇനി ഞങ്ങൾ എന്തായാലും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും എന്നുള്ള രീതിയിലേക്ക് മാറും. അതുകൊണ്ട് ന്യൂക്ലിയർ ഒരു അറ്റാക്ക് എനിക്ക് തോന്നുന്നില്ല ഇസ്രായേൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഓയിൽ ഫീൽഡിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. ഓയിലിനെ കുറിച്ച് സ്ട്രൈക്ക് ചെയ്യോ ഇല്ലേ എന്നുള്ളത്. അവിടെയും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്ട്രൈക്ക് ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഗ്ലോബൽ ക്രൈസിസ് ആയി മാറും. കാരണം പേർഷ്യൻ ഗൾഫിനെ കൺട്രോൾ ചെയ്യുന്ന ഇറാൻ തിരിച്ചടിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് അവരെ ഇടപെട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ലോക വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം വരും. അപ്പൊ അങ്ങനെയും ഇസ്രായേൽ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പിന്നീട് നേരത്തെ ഇറാൻ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു മിലിറ്ററി ടാർഗറ്റിനെ ചെയ്ത് അവിടെ എന്തെങ്കിലും ഡാമേജ് കൊണ്ടുവരാനുള്ള ശ്രമം ആയിരിക്കും നടത്തുന്ന ഒരു ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ. പക്ഷെ ഇതിന്റെ അപ്പുറം ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന് നമുക്കിനി കണ്ട് അറിയത്തുള്ളൂ. പക്ഷെ ഒരു ലോജിക്കായിട്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു എസ്കലേഷൻ അവിടെ കൊണ്ട് തീരും. അപ്പം എസ്കലേറ്റ് ടു ഡി എസ്കലേറ്റ് എന്ന് പറയുന്ന പോലെ ഒരു സ്ട്രൈക്ക് എന്തായാലും ഇസ്രായേൽ ചെയ്യും. അത് 7-ാം തീയതി ചെയ്യോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് 7-ാം തീയതിയാണ്. അപ്പം എക്സ്പെക്ട് ചെയ്യുമ്പം ചെയ്യാതിരിക്കുന്ന ഒരു രീതി ഇസ്രായേലിന് സാധാരണയില്ല. എപ്പോഴും ആരും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് എക്സ്പെക്ട് ചെയ്യാത്ത കാര്യം ചെയ്ത ശീലമുള്ള അതാണ് ഇസ്രായേലിനുള്ളത്. അപ്പൊ ഇപ്പൊ ലോകത്തുള്ള എല്ലാവരും പറയുന്നുണ്ട് 7-ാം തീയതി എന്തെങ്കിലും ചെയ്യുമെന്ന്. പക്ഷെ അതിന്റെ മറിച്ചൊരു വശം എന്ന് വെച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ചോളം സിംബോളിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വലിയ ഇതാണ്. അതായത് ടെറർ ഹെഡിനെ ആയാലും ശരി, ഏതെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടുന്ന് ബോംബ്. അതിപ്പോ ഞാൻ നേരത്തെ ഒരു 20 വർഷം മുമ്പ് ഇസ്രായേൽ സോൾജേഴ്സിനെ കൊന്ന ഒരു ഹെസ്ബുള്ള മിലിറ്റന്റിനെ അവരിപ്പം പറഞ്ഞു ഞങ്ങൾ ആ ടെററിസ്റ്റ് ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു സിംബോളിക് ആയിട്ടുള്ള കാര്യത്തിലും ഇസ്രായേൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും 7-ാം തീയതി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യും. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കിയാലും രഞ്ജിത്ത്, എനിക്ക് തോന്നുന്നു ഒരു കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരിക്കും ഇസ്രായേൽ നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് പോകാൻ അവർക്കും താല്പര്യമില്ല. കാരണം അവർ ഒരു വർഷത്തോളമായിട്ട് ഒരു ഫുൾ സ്കെയിൽ യുദ്ധം അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പല ഫ്രണ്ടിലായിട്ട്. അപ്പൊ ഇനി ഒരു ഫ്രണ്ടും കൂടെ ഒരു ടോട്ടൽ വാറിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തീർച്ചയായും കേരള ഡിന്നിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ശ്രീ സജിമോൻ ആന്റണി, ഇവിടെ അല്പം മുമ്പ് ട്രംപിൻ്റെ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പുറത്തു വന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കത്തക്ക വിധമുള്ള ഒരു ചേരിതിരിയൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ നേരത്തെ വിഷയം ചർച്ച ചെയ്തതാണ്. ഇവിടെ ബൈഡൻ പറഞ്ഞത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ, ട്രംപ് പറയുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ചെയ്യേണ്ടത് എന്നാണ്. ഈ ആണവ കേന്ദ്രങ്ങൾ തകർക്കൂ എന്നും അത് കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ പിന്നീട് നോക്കാം എന്നും അദ്ദേഹം പറയുകയാണ്. നമുക്ക് ട്രംപിൻ്റെയൊക്കെ ആ ഒരു നിലപാടും രീതികളും ഒക്കെ നമുക്കറിയാം, പലപ്പോഴും ആ കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ളതാണ്. അങ്ങനെ ആ തലത്തിലും ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അമേരിക്ക ഇങ്ങനെ ഒരു ആക്രമണം നടന്നാൽ ഇറാനെ ആക്രമിക്കാൻ
ലോകരാജ്യങ്ങളുടെ എല്ലാ മുന്നറിയിപ്പ് അവഗണിച്ചും ഇസ്രായേൽ ശക്തമായ രീതിയിൽ തയ്യാറായി കഴിഞ്ഞാൽ ഏത് നിലപാടിൽ നിൽക്കും എന്നതും പ്രധാനമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആക്രമിച്ചാൽ പിന്തുണയ്ക്കാതെ വേറെ മാർഗമില്ല. ഇറാനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കറിയാം, അമേരിക്കയുമായി എന്ത് ബന്ധത്തിലാണ് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ അമേരിക്കയുടെ പിന്തുണ കൂടി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇങ്ങനൊരു സംഭവം നടന്നാൽ പിന്നീട് അങ്ങോട്ട്. തീർച്ചയായും രഞ്ജിത്ത്, അമേരിക്ക ഇസ്രായേലിന്റെ വലിയൊരു പിന്തുണ എപ്പോഴും ഉണ്ട്. അവർ തമ്മിലുള്ള ഒരു അംബിലിക്കൽ കോഡ് ബന്ധം നമുക്ക് ആർക്കും തിരസ്കരിക്കാൻ പറ്റത്തില്ല. അത് ഏത് സിറ്റുവേഷനിലേക്ക് ഇസ്രായേൽ ഈ ഒരു ഫൈറ്റ് ഡ്രാഗ് ചെയ്താലും അമേരിക്ക ഇസ്രായേലോടൊപ്പം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇവിടെ നിന്ന് നമുക്ക് കാണുന്നത്. ഇവിടെയുള്ള രണ്ട് ലീഡിംഗ് പൊളിറ്റിക്കൽ പാർട്ടിയും, ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും, രണ്ടുപേരും ഇസ്രായേലിനെ അൺഇക്വക്കലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ചെറിയൊരു ചേഞ്ച് ഇൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു അഡ്വൈസർ ഉണ്ട് എന്ന് മാത്രം. അതായത് മേജർ ഡിന്നി പറഞ്ഞതിനോട് ഞാൻ ഒരു പരിധി വരെ യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. ഇപ്പൊ ഇസ്രായേലിന്റെ മുന്നിലുള്ളത് 4 ഓപ്ഷൻസ് ആണ് ഇവിടെ നിന്ന് നോക്കി കാണുമ്പോൾ. 1, ഓയിൽ ഫീൽഡ് തകർക്കുക. 2, ന്യൂക്ലിയർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്യുക. 3, കീ ഹമാസ് അല്ലെ ഹിസ്ബുള്ള ലീഡേഴ്സ് അല്ലെ ഇറാനിയൻ പ്രോക്സി ലീഡേഴ്സിനെ അവരെ അപായപ്പെടുത്തുക. 4, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നശിപ്പിക്കുക. ഇതൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് ഇതുവരെ ടാർഗറ്റഡ് അറ്റാക്ക് നടന്നതിനകത്ത് നമ്മൾ കണ്ടു ഓൾറെഡി ഹസൻ നസറല്ലയെ കൊന്നു, ഹിസ്ബുള്ളയുടെ നേതാവിനെ കൊന്നു. അതിനുശേഷം ഇപ്പോഴത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഇവിടുന്ന് ഒരു അൺകൺഫേംഡ് ന്യൂസ് ആണ് ഇന്റർനാഷണൽ മീഡിയ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ ഒരു ഹസൻ നസറല്ലയുടെ സക്സസർ ആയിട്ടുള്ള, അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വരുന്നില്ല, ഹഷീം സൈഫുദ്ദീൻ, അദ്ദേഹം അപായപ്പെട്ടു എന്നാണ് ഒരു അൺകൺഫേംഡ് ന്യൂസ് ഇപ്പോൾ വരുന്നത്. അപ്പൊ ഓർക്കണം, നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ഹസൻ നസറല്ലേ കൊലപാതകം അത് നടന്നത്. അതിനുശേഷം കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച 2 ദിവസം മുമ്പ് ഒരു ഇന്റൻസ് ഹെവി ബോംബിംഗ് ബെറൂട്ട് ഏരിയയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ ഇന്റർനാഷണൽ മീഡിയയും അല്ലെ പല രാജ്യങ്ങളും ലോകരാജ്യങ്ങളും വിമർശിച്ചു. കാരണം അതിൽ ഒത്തിരി അധികം സാധാരണ ആൾക്കാർ മരിച്ചു, കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പോലും ഇസ്രായേൽ വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി ആ ഒരു ഏരിയയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് കീപ്പ് ഓൺ ബൊമ്പാർഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സെക്കൻഡ് ഇൻ കമാൻഡ് അല്ലെങ്കിൽ സക്സസർ ആയിട്ട് വരാൻ പോയ പോസിബിലിറ്റി ഉണ്ടായിരുന്നാലേ നമ്മളെല്ലാവരും പറയുന്ന അദ്ദേഹവും അപായപ്പെട്ടു, കൺഫേംഡ് അല്ല ഞാൻ പറയുന്നത്, ഇന്റർനാഷണൽ മീഡിയനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദർ ഈസ് എ പോസിബിലിറ്റി അദ്ദേഹം അപായപ്പെട്ടു, അദ്ദേഹമായിട്ടുള്ള എല്ലാ കണക്ഷൻസും അല്ലെങ്കിൽ എന്താ പറയുക ഒരു എല്ലാ ബന്ധങ്ങളും ലെബനീസ് അവർക്ക് നഷ്ടപ്പെട്ടു, ഹിസ്ബുള്ളയ്ക്ക് നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. വരും മണിക്കൂറുകളിൽ അല്ലെ വരും നിമിഷങ്ങളിൽ അതിന്റെ കൺഫർമേഷൻ നമുക്ക് കാണാം. അപ്പൊ ഏതായാലും ഇവിടെ നിന്നുള്ള ഒരു ട്രംപിന്റെ ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു അടി വേണം എന്നുള്ളതാണ്. അത് ന്യൂക്ലിയർ ഫെസിലിറ്റി തന്നെ, അത് മർമ്മത്ത് തന്നെ കൊടുക്കണം എന്നുള്ളൊരു പോസ്റ്ററാണ് ട്രംപ് എടുക്കുന്നത്. അതിനൊരു റീസണും കൂടിയുണ്ട്. ട്രംപിന്റെ റിലേഷൻ ബെഞ്ചമിൻ നെതന്യാഹുവായിട്ടുള്ളതും ബൈഡനും അവർ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആസ് എ ഹോൾ നേഷൻ അമേരിക്ക സപ്പോർട്ട് ആൻഡ് ബാക്കപ്പ് ഇസ്രായേൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ പോയാലും. എന്നാൽ പോലും ബൈഡന്റെ ഒരു അഡ്വൈസ്, ഒരു മച്ചുവേർഡ് ആയിട്ടുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഹെവി ആയിട്ട് അറ്റാക്ക് ചെയ്യണം, എന്നാൽ 2 കാര്യങ്ങൾ ഒഴിവാക്കാൻ നോക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? ഒന്ന്, ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ അറ്റാക്ക് ചെയ്യരുത്. രണ്ടാമത്തേത്, ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ അറ്റാക്ക് ചെയ്യരുത്. ഇത് രണ്ടിനും രണ്ടിൻ്റെതായ സ്പെസിഫിക് റീസൺസ് ഉണ്ട്. മേജർ രണ്ട് ചില കാര്യങ്ങൾ ഓൾറെഡി അഡ്രസ് ചെയ്തു. കാരണം ന്യൂക്ലിയർ എന്നുള്ളൊരു വളരെ മർമ്മപ്രധാനമായ ഒരു ഇതാണ്. അതിനെ എവിടെ തുടങ്ങിയിട്ട്, അപ്പൊ ഏത് സ്ട്രാറ്റജി ആണെങ്കിലും ഒരു എൻട്രിയും ഒരു എക്സിറ്റ് പോയിന്റും ഉണ്ട്. അപ്പൊ അവിടെ കയറി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ എക്സിറ്റ് എന്നുള്ളത് വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് വേണോ വേണ്ടയോ 2 തവണ ചിന്തിച്ചിട്ട് ചെയ്യാവൂ എന്നുള്ളതാണ് ബൈഡന്റെ അഡ്വൈസ്. രണ്ടാമത്തേത് ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുക എന്നുള്ളതാണ്. അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇമ്പാക്ട് ഇറാൻ ഉണ്ടായാലും ലോകരാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള അല്ലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും അതിന്റെ റിപ്രിക്കേഷൻ, ഓയിൽ പ്രൈസ് കൂടി മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ റിപ്രിക്കേഷൻ വരികയും ലോകം മൊത്തത്തിലൂടെ ഒരു മാന്യതയിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റിയും വന്നേക്കാം എന്നുള്ളൊരു ചിന്തയുണ്ട്. ഓർക്കണം, ഇവിടെ ഇപ്പം ഇലക്ഷന് 30-32 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ആ ഒരു 30 ദിവസത്തിനകത്ത് അങ്ങനെ ഒരു അൺവാണ്ടഡ് സിറ്റുവേഷനിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യാനായിട്ട് ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഒരു കാരണവശാലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്നാൽ ഇതോടൊപ്പം ഇതും പറയേണ്ടിയിരിക്കുന്നു, അമേരിക്കയുടെ ഒരു പോസ്റ്റർ അല്ലെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സെന്റൻസ് അവർ എപ്പോഴും പറഞ്ഞത് ഇങ്ങനെയാണ്: ഏതൊരു രാജ്യത്തിനും അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള, അവരുടെ പൗരന്മാരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെൽഫ് ഡിഫൻസ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. അതിനകത്ത് നോ ഓപ്ഷൻ, എല്ലാ ഓപ്ഷനും ടേബിളിൽ ഉണ്ട് എന്നാണ്. ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു ഇന്റർവ്യൂ നമ്മൾ സ്റ്റേറ്റ്മെന്റ് കേട്ടിരുന്നു. അദ്ദേഹം വളരെ അഗ്രസീവായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. റീസണും മേ ബി ഉണ്ടായിരിക്കും. ഇപ്പൊ അവിടുത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് നോക്കിയാലും ഇറാനിലേക്ക് നോക്കിയാലും ഉരുളയ്ക്ക് ഉപ്പേരി, ടിറ്റ് ഫോർ ടാറ്റ് എന്നൊരു സ്ട്രാറ്റജിയാണ്. അയത്തുള്ള ഖുമേനി കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രത്യക്ഷപ്പെടാറില്ലായിരുന്നു. അതിനു മുമ്പേ ഇടയ്ക്കൊക്കെ അദ്ദേഹം ഒരു സ്പിരിച്വൽ ലീഡർ ആയിട്ട് വെള്ളിയാഴ്ച ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ അതിനും ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും വലിയൊരു സ്പിരിച്വൽ സ്പീച്ച്
നടത്തുകയും സ്പിരിച്വൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതിനകത്ത് ഒത്തിരി ത്രിട്ടണിയും ഉണ്ടായിരുന്നു. അമേരിക്കയെ ഒരു പേപ്പട്ടി എന്ന് അദ്ദേഹം വിളിച്ചു, ഇസ്രായേൽ രക്തകുര്യന്മാർ രാക്ഷസന്മാരാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒത്തിരിയധികം ചേതാപനികളും അല്ലെങ്കിൽ ഭീഷണികളും ഉള്ള ഒരു പ്രസംഗമായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം നോട്ടിഫൈ ചെയ്യേണ്ട വേറൊരു കാര്യം, 1948 തൊട്ട് 2023 വരെ ഏകദേശം 7 മഹായുദ്ധങ്ങളാണ് ആ റീജിയനിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ 82 വരെ ഇസ്രായേലും ഈ പറഞ്ഞ നെയ്ബറിംഗ് കൺട്രികളായുള്ള ജോർദാൻ അല്ലെ പാലസ്തീൻ അല്ലെ ഈജിപ്റ്റ് അവരുമായിട്ടൊരു ഡയറക്റ്റ് ഫൈറ്റ് ആയിരുന്നു. 82 ശേഷം ഈ രാജ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവാതെ അവരുടെ തന്നെ പ്രോക്സിയായ അത് ഹമാസ് അല്ലെ ഹിസ്ബുള്ള അല്ലെ ഹൂതീസ് എന്ന് പറയുന്ന ആ ഒരു പക്ഷങ്ങളായിട്ട് ഒരു പ്രോക്സി വാറായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ 1 വർഷമായിട്ടും അങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇസ്രായേൽ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് പാലസ്തീനെ അറ്റാക്ക് ചെയ്യൂ അല്ലെ പാലസ്തീനായിട്ടുള്ള ഫൈറ്റ് എന്ന് പറയാതെ ഹസ്ബുള്ള അല്ലെ ഹമാസ് ആയിട്ടുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേസമയം ഇറാനും അല്ലായിരുന്നു പറഞ്ഞിരുന്നത്. ഇറാനിലുള്ള ഇറാന്റെ പ്രോക്സികളുമായിട്ടുള്ള ഫൈറ്റ് ആണ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിനും നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഒരു വ്യതിയാനം വന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് ഇറാന് ഒന്നുകൂടെ കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആയി ഫ്രണ്ടിലേക്ക് കയറി വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രതീതിയിലേക്ക് വന്നു. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കണ്ടത്. ഏപ്രിൽ മാസം 200-ലധികം റോക്കറ്റ് അല്ലെങ്കിൽ മിസൈൽസ് വരികയും ഇവിടെ ഹസൻ നസ്രയുടെ പിൻഗാമി ഹാഷിം സഫീദിനെയും കൊലപ്പെടുത്തി ഇസ്രായേൽ എന്നാണ് ഇപ്പോൾ IDF സ്ഥിരീകരിച്ചിരിക്കുന്നത്. സൗദി വാർത്താ ഏജൻസിയായ അൽ ഹദത്താണ് ഈ വാർത്ത പുറത്തുവിടുകയും ചെയ്തത്. അങ്ങനെ ഈ തിരിച്ചടികൾ അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങൾ തങ്ങളിലേക്ക് വരുമ്പോഴും അറ്റാക്കിൻ്റെ മൂർച്ച ഒട്ടും കുറയ്ക്കുന്നില്ല ഇസ്രായേൽ എന്നുള്ളത് പ്രധാനമാണ്. മറ്റൊന്നാണ് ശ്രീ സജീവനാണ് നേരെ ചൂണ്ടിക്കാണിച്ചതുപോലെ അയത്തുള്ള ഖൊമേനി പരസ്യമായി 5 വർഷത്തിന് ശേഷം പരസ്യമായി പുറത്തു വരുന്നു. അമേരിക്കയും ഇസ്രായേലിനെയും ഒരുപോലെ ശക്തമായ ഭാഷയിൽ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇറാന് ഈ ഒരു ധൈര്യം എങ്ങനെ വന്നു എന്നുള്ളതാണ്. അവർക്ക് ഈ ഹിസ്ബുള്ളയെ സംരക്ഷിക്കാതെ മറ്റു മാർഗ്ഗമില്ല. നമുക്കറിയാം അവർക്കൊപ്പം നിന്നേ പറ്റുകയുള്ളൂ. പക്ഷേ ഇതിന് ഉള്ള കരുത്ത് ഇറാന് ഈ സാഹചര്യത്തിൽ ഉണ്ടോ എന്നുള്ളതും പ്രധാനമല്ലേ? അതെ, ഇവിടെ ശ്രീ രഞ്ജിത്ത്, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിൻവാങ്ങുന്ന ഒരു അനുഭവം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. കാരണം അവർ വളരെയധികം താല്പര്യത്തോടെ വളർത്തിയെടുത്ത ഒരു കൊയലീഷനാണ്, ഒരു അച്ചുതണ്ടാണ്, ആക്സിസാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂതീസും ഷിയ മിലിഷ്യ ഇൻ ഇറാഖ് ആൻഡ് സിറിയ. ഇവരെല്ലാം കൈവിടുക എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഒരു ക്രെഡിബിലിറ്റിയെ അവിടെ ബാധിക്കും. അതുകൊണ്ട് ഇറാൻ്റെ ദേശീയ താല്പര്യം എന്ന് പറയുന്നത് ഒരു മാറി വന്ന ലോകക്രമത്തിൽ ഇറാന് പ്രസക്തി ഇല്ലാതാക്കുന്നു. ഉപരോധം കൊണ്ട് വലയുകയാണ്. ഇറാനൊരു സെൽഫ് ഡിറ്റർമിനേഷൻ പലപ്പോഴും സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു നഷ്ടപ്രതാപം തിരിച്ചു പിടിച്ചെങ്കിലേ പറ്റൂ എന്ന ദേശീയ താല്പര്യം ഒരു വശത്ത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും 48 മുതൽ എക്കാലത്തും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും അധികം ധാർമ്മികതയുടെ ലെവലേശം അന്താരാഷ്ട്ര മൊറാലിറ്റിയോ ധാർമ്മികതയോ ഒന്നും തങ്ങൾക്ക് ബാധകമല്ല. തങ്ങൾക്ക് നിലനിന്നേ പറ്റൂ. ആരും ഞങ്ങളെ സഹായിക്കാനുണ്ടാവില്ല, ഞങ്ങളെ ഉണ്ടാവൂ. അതുകൊണ്ട് ഞങ്ങൾ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കും, അമേരിക്കയുമായി ചങ്ങാത്തം സ്ഥാപിക്കും. അത് ഞങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് അമേരിക്കൻ ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസിനെ തന്നെ ഞങ്ങൾ ചിലപ്പോൾ കൺട്രോൾ ചെയ്യും. അതനുസരിച്ച് ഞങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കും. അത് ഇസ്രായേലിൻ്റെ ദേശീയ താല്പര്യമാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നും ഏതാനും ആയിരങ്ങൾ മാത്രമാണ് 1948 ഇസ്രായേൽ എത്തിയത്. ഇസ്രായേൽ രൂപം കൊള്ളുമ്പോൾ പിന്തുണയുമായി ആദ്യം മുന്നിൽ നിന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ, അല്ലേ? അങ്ങനെ വലിയ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ചരിത്രം കൂടി ഉണ്ട്. അവിടെയാണ് ഇറാൻ ഇപ്പോൾ എടുക്കുന്ന ഒരു പൊസിഷൻ, അതിൻ്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കണമെങ്കിൽ കൺസിസ്റ്റന്റ് പോളിസി ആയിരുന്നില്ല ജൂതരാഷ്ട്രത്തോട്. അപ്പം ഇറാനിയൻ ജനത ഇസ്രയേലി ജനതയ്ക്ക് എതിരാണെന്ന് നമുക്ക് പറയാനാവില്ല. കാരണം ചരിത്രപരമായി വളരെ വലിയ സഹകരണമാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ ഉണ്ടായിരുന്നത്. ഇസ്രായേൽ രൂപപ്പെട്ടു വന്ന 1948 7 അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ചു, ചുറ്റുപാട് നിന്ന് ആക്രമിച്ചു. അവർ പരാജയപ്പെട്ടു എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ഇറാൻ കയ്യും കെട്ടി നിൽക്കുക മാത്രമല്ല ചെയ്തത്, ഒളിഞ്ഞും തെളിഞ്ഞും ജൂതരാഷ്ട്രത്തെ സഹായിക്കാനുള്ള നിലപാടാണ്. അത് 79 വരെ തുടർന്നു. 70-79 ഇടയ്ക്ക് ഷായുടെ ഭരണകാലത്ത് ഇറാൻ്റെ സൈന്യത്തെ ട്രെയിൻ ചെയ്യാൻ പോലും ഇസ്രായേലിൻ്റെ സൈനിക നേതാക്കളും സാങ്കേതികവിദ്യ എല്ലാം ഉപയോഗിച്ചു കാണും. അതേപോലെ തന്നെയാണ് ടർക്കി എർദോഗാൻ ഇപ്പോൾ വീമ്പ് പറയുന്നു, ഇസ്രായേലിനെ കശക്കി കളയുമെന്ന് പറയുന്നു. പക്ഷേ എർദോഗാൻ്റെ ടർക്കിയും അന്ന് ഇസ്രായേലിനോട് സമരസപ്പെട്ട് നിന്ന രാജ്യമാണെന്ന് ഓർക്കണം. അപ്പോൾ സമവാക്യങ്ങൾ മാറി മറിയുമ്പോൾ ഇസ്ലാമിക വിപ്ലവം വന്നു 79. അതുമുതൽ തന്നെ അമേരിക്ക വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ ഒരു നിലപാടിലാണ് ഇറാൻ. എന്നാൽ ആ നിലപാട് ഉണ്ടായിട്ട് പോലും 80 മുതൽ 88 വരെ നടന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ
ഇറാന് ഇസ്രയേൽ പിന്തുണ നൽകി, ഒളിഞ്ഞും തെളിഞ്ഞും അന്ന് പിന്തുണ നൽകി. ആ പിന്തുണ വാങ്ങിയെടുക്കുന്നതിന് ഇറാന് യാതൊരു ഉളുപ്പും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അയത്തുള്ള അലി ഖൊമേനി പറയുന്നു ഇറാനിയൻ ജനതയുടെ താല്പര്യം ഇസ്രയേലിനെതിരാണ്, അല്ലെങ്കിൽ പാലസ്തീനിയൻ കോസിന് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു. ഈ പാലസ്തീനിയൻ കോസ് അന്ന് എവിടെയായിരുന്നു? അപ്പോൾ അന്ന് 48-ൽ ഇല്ലാതിരുന്ന 79 വരെ 1979 വരെ ഇല്ലാതിരുന്ന പാലസ്തീനിയൻ കോസ് എങ്ങനെയാണ് ഇപ്പോൾ പൊടിഞ്ഞിട്ടെടുക്കാൻ കഴിയുക? അപ്പോൾ അതുകൊണ്ട് ഈ കൺസിസ്റ്റൻസി ഒന്നും പറയാനാവില്ല. ഇസ്രയേലിൻ്റെ നയത്തിൽ കുറേ കൺസിസ്റ്റൻസി ഉണ്ട്. അവർക്ക് നിലനിന്നെങ്കിലേ പറ്റൂ. അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ന്യായമല്ല, നരഹത്യ ന്യായമല്ല, കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. 41,000-ൽ പരം പേരെ ഗാസയിൽ ചുട്ടുകരിച്ചതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ്. അന്യായം. അതുപോലെ ഹിസ്ബുള്ള നേരിടാനായി ലെബനനിലേക്ക് കടന്നു ചെല്ലുന്ന ഇസ്രായേലിലെ സൈന്യം കാട്ടിക്കൂട്ടുന്ന വലിയ തോതിലുള്ള നരഹത്യകളാണ്. അത് ന്യായമല്ല. അഭയാർത്ഥി ക്യാമ്പിലാണ് ബോംബ് ഇട്ടത് കഴിഞ്ഞ ദിവസം. 18 പേർ മരിക്കുന്നു, 250 പേർക്ക് പരിക്ക് കേൾക്കുന്നു. ഇപ്പോൾ 25-30 ഗ്രാമങ്ങൾ ഈ ഭാഗത്ത് ഒഴിപ്പിക്കുന്ന, അവരൊക്കെ അഭയാർത്ഥികളായി ലക്ഷക്കണക്കിന് ജനങ്ങൾ പല സ്ഥലങ്ങളിൽ തിരുവോരങ്ങളിൽ കിടന്നുറങ്ങുന്ന പശ്ചാത്തലവും കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. അതെ, അത് ശ്രീ രഞ്ജിത്ത് ഓർക്കണം. അഭയാർത്ഥി ക്യാമ്പുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ ഇതെല്ലാമാണ് ഹ്യൂമൻ ഷീൽഡ് എന്ന രീതിയിൽ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹമാസിനെയും ഹിസ്ബുള്ളയും പരാജയപ്പെടുത്തണമെങ്കിൽ, ഫ്ലഷ് ഔട്ട് ചെയ്യണമെങ്കിൽ ആ ടാർഗറ്റുകൾ സ്ഥിതി ചെയ്യുന്ന പലപ്പോഴും സ്കൂളിനടിയിലുള്ള ബങ്കറിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൻ്റെ അടിയിലുള്ള ബങ്കറിലാകാം, അതുമല്ലെങ്കിൽ ഓപ്പൺ പൊതുസ്ഥലങ്ങളിലാകാം. അപ്പോൾ സ്വാഭാവികമായി ഈ മനുഷ്യ കവചം ഒരുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ വില കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ മനുഷ്യ കവചത്തിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഒരുപാട് കാഷ്വാലിറ്റി ഉണ്ടാകും. അതുകൊണ്ട് കരയുദ്ധം എന്ന് പറയുന്നത് വളരെ വലിയ കാഷ്വാലിറ്റി ഉണ്ടാകുന്ന യുദ്ധമാണ്. അപ്പോൾ ഇസ്രായേൽ 2 ഫ്രണ്ടിൽ കരയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു, ഹമാസിനെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയും, ഗാസയിലും ലെബനനിലും. എന്നാൽ ഏറിയൽ ബോംബാർഡ്മെൻറ്റ് ഈസ് ഗിവിങ് എ ഡിഫറെൻറ്റ് പിക്ചർ. ഇവിടെ 2 നിരീക്ഷകരും പറഞ്ഞ കാര്യം വളരെ അർത്ഥഗർഭമായ കാര്യമാണ് അവർ രണ്ടുപേരും ചൂണ്ടിക്കാണിച്ചത്. കാരണം ആക്രമണം നടന്നു, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് 100-ൽ പരം മിസൈലുകൾ 1ാം വേവിലും. അതാണ് ഓപ്പറേഷൻ ട്രൂ, എന്താണ് പിന്നെ ഒരു ഗ്യാരണ്ടിയാണ് അതാണ് നൽകിയത്. അപ്പം ആ ഒരു ട്രൂ പ്രോമിസാണ്, ട്രൂ പ്രോമിസ് 1, ട്രൂ പ്രോമിസ് 2. ഈ ഗ്യാരണ്ടി അനുസരിച്ച് വിട്ട മിസൈലുകൾ എത്ര എണ്ണമാണ്? 182 മിസൈലുകളാണ് കഴിഞ്ഞ ഒക്ടോബർ 1-ാം തീയതി വിക്ഷേപിച്ചത്. അത് മിലിറ്ററി ടാർഗറ്റ് ആൻഡ് ഓൾസോ മോസാദ് ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പോൾ സിവിലിയൻ കാഷ്വാലിറ്റി ഇസ്രായേൽ ഉണ്ടാകണം എന്ന് ഇറാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് വസ്തുതയാണ്. ആ വസ്തുത നമ്മൾ തിരസ്കരിക്കാനാവില്ല. അതുകൊണ്ട് തിരിച്ചൊരു ആക്രമണം ഇറാനിലേക്കുണ്ടായാലും ഹ്യൂമൻ ടാർഗറ്റുകൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് അതിൻ്റെ ധർമ്മമെന്ന് പറയുന്നത്. പക്ഷേ യുദ്ധത്തിലും പ്രേമത്തിലും ഒന്നും ഒരു ധർമ്മവും ബാധകമല്ലല്ലോ. അതുകൊണ്ട് അതങ്ങനെ നടക്കും. പക്ഷേ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനിൽ തൊടില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇനിയും സാമ്പത്തിക ഇൻസ്റ്റലേഷൻസ്, അതായത് റിഫൈനറികൾ, വളരെ വലിയ എണ്ണം റിഫൈനറികളാണ് ഇറാൻ്റെ പല ഭാഗത്തുള്ളത്. അതുമാത്രമല്ല, ഓയിൽ ഫീൽഡുകൾ 98ഓളം ഓയിൽ ഫീൽഡുകളുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ഇറാൻ്റെ തെക്ക് ഭാഗത്ത് പേർഷ്യൻ ഗൾഫിൽ ഒരു ഐലൻഡ് ഉണ്ട്, കാർഗ് ഐലൻഡ്. ഈ കാർഗ് ഐലൻഡ് വഴിയാണ് ആ ടെർമിനൽ, വലിയ തോതിലാണ് എണ്ണ സംഭരണമോടെ, ആ ടെർമിനൽ വഴിയാണ് ഇറാൻ്റെ വിദേശ എണ്ണ വ്യാപാരത്തിൻ്റെ 90% കടന്നു പോകുന്നത്. ആ കാർഗ് ഐലൻഡ് ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറാന് നടുപൊടിയുന്ന അനുഭവമാണ്. സാമ്പത്തികമായി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത നിലയിൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ അവിടെ തകരും. അത്രയ്ക്ക് സാഹസം ഇസ്രായേൽ കാട്ടുമോ എന്നത് സംശയകരമാണ്. ഈ ഉപരോധങ്ങൾ കൊണ്ട് വലയുന്ന ഒരു രാജ്യമാണ് നമുക്കറിയാം ഇറാൻ. അവിടുത്തെ പ്രസിഡന്റ് സഞ്ചരിച്ച വിമാനം പോലും എത്ര വർഷം പഴക്കമുണ്ടായിരുന്നുവെന്നും ആ വിമാനം തകർന്ന് പ്രസിഡന്റ് കൊല്ലപ്പെടുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ അത്ഭുതത്തോടു കൂടിയാണ് ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ നിരീക്ഷിക്കാത്ത, ഇത് കൃത്യമായി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവെങ്കിൽ പോലും ഈ കുറേ കാര്യങ്ങൾ നിരീക്ഷിക്കാത്ത ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോയത്. പ്രസിഡന്റ് സഞ്ചരിക്കാൻ പോലും ഇത്ര പഴയൊരു വിമാനമാണോ? അത്രത്തോളം പ്രശ്നങ്ങളുള്ള ഒരു രാജ്യമാണ് ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് ഇസ്രായേലിനെ എന്ന് കൂടി ചേർത്ത് വെക്കണം. ശ്രീ ജോസ്ലീബ, ഇവിടെ നമുക്ക് അറിയാം ഈ ഇറാൻ്റെ അറ്റാക്കിന് ശേഷം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭയം പൊതുവെ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ആത്മവിശ്വാസത്തോടുകൂടി കാണുന്ന ജനതയാണ് എങ്കിൽ പോലും എന്തും സംഭവിക്കാം എന്നൊരു ആശങ്ക സജീവമാണ് അവിടെ, അല്ലേ? സജീവമാണ്. എങ്കിലും ചില ഭാഗത്തു നിന്നുള്ള വാർത്ത ഇസ്രായേൽ ഇപ്പം ഇറാനെ ആക്രമിക്കാതെ കൂടുതലും ലെബനനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് കേൾക്കുന്നു.
അതുപോലെ ഇന്നിപ്പോ ലെബനനിലുള്ള ഒരു 6-7 ഹോസ്പിറ്റൽസ് തന്നെ അടിച്ചു. പണ്ട് ഗാസയിലേക്ക് ഉണ്ടായ പോലെ തന്നെ ഹോസ്പിറ്റലിലേക്കും ഈ ഹിസ്ബുള്ള നേതാക്കളും അല്ലെങ്കിൽ ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയുള്ള ആളുകൾ ഒളിച്ചിരിക്കുന്ന 4 ഹോസ്പിറ്റലുകളും തകർത്തു. ഇപ്പൊ ഹോസ്പിറ്റലുകൾ അടച്ചു തുടങ്ങിയതായിട്ടാണ് ഇവിടുത്തെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. ലെബനനിലെ ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ അടച്ചു പോലെ തുടങ്ങിയതായിട്ട് അതെ നേരത്തെ പറഞ്ഞത് പ്രധാനപ്പെട്ട ലെബനൻ ഹിസ്ബുള്ളയുടെയൊക്കെ സഞ്ചാരപാതകളായിട്ടുള്ള പല ടണലുകളും ഒക്കെ തകർത്താണ് മുന്നേറുന്നത് എന്നുള്ളതാണ്. അതെ, ഹോസ്പിറ്റലുകളും അടച്ചു തുടങ്ങി. കാരണം പല ഹോസ്പിറ്റലിന് നേരെയും ആക്രമണം തുടങ്ങിയിട്ടുള്ളതായിട്ട് കേൾക്കുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ. ഏതായാലും സ്റ്റീഫൻ, ഇത് ഇത്തരം വാർത്തകൾ എങ്ങനെയാണ് നിങ്ങൾ ടി വിയിലൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെയും പ്രചരിക്കുന്നുണ്ട് ചില വാർത്തകളൊക്കെ, ഒപ്പം IDF-ൻ്റെതായ ചില പ്രസ് റിലീസുകൾ വരുന്നുണ്ട്, അല്ലാതെ മറ്റ് സോഴ്സുകളൊന്നും ഇല്ലല്ലോ അല്ലേ? നേരത്തെ നടന്ന 181 മിസൈലുകൾ വീണ ആ ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്തുവിട്ടില്ലല്ലോ ഇസ്രായേൽ. തിരിച്ചടി എന്തായാലും ഉണ്ടായി, കൂടുതൽ കേന്ദ്രങ്ങളിൽ തകർച്ചയുണ്ടായി എന്നൊക്കെയുള്ള വാർത്തകൾ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. അത്തരം സംഭവങ്ങളൊന്നും അവിടെ കാര്യമായി വരുന്നില്ലല്ലോ അല്ലേ? ഇവിടെ അത്രയും നാട്ടിൽ പ്രചരിക്കുന്ന പോലുള്ള അത്രയും വാർത്തകളൊന്നും ഇവിടെ ഇല്ല. അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടില്ലെന്ന് വേണം തന്നെ പറയാൻ. കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പം ഇറാനുമായിട്ടുള്ള ആക്രമണത്തിന് ശേഷം ജനങ്ങൾക്ക് അന്നേരം അതിന്റെ ആഘാതം കണ്ടിട്ടൊരു ഭീതി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നമുക്ക് ആർക്കും ഒരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് ആരും അതിനെക്കുറിച്ച് അത്ര ഭീതി പറയുന്ന പോലെ നാട്ടിൽ പ്രചരിക്കുന്ന പോലെ ആരും അത്ര ഇവിടെ ഭീതിയിലല്ല. പൊതുവെ ഇപ്പൊ ഇസ്രായേൽ ജനത തന്നെയാണെന്നുണ്ടെങ്കിലും അവർ കുഞ്ഞുനാൾ തൊട്ടേ അവർ ആർമി ആണ്. ഇവരിതെല്ലാം കണ്ട് ഫേസ് ചെയ്തവരാണ്. അപ്പം നമ്മളും ഇപ്പം എന്നെ പോലെ തന്നെ ഒരുപാട് നാൾ വന്നവർക്കും ഇതൊന്നും ഈ നിലവിലുള്ള നൂതന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതിന് മുമ്പും ഇവിടെ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അന്നും അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അവർ ഫേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ മാനസികമായി നമ്മൾ നിൽക്കുന്നത് ഒരു യുദ്ധഭൂമിയിലാണ്. പക്ഷെ എന്നാലും നമ്മൾക്ക് അതിനോട് അത്ര വലിയ ഈ നാട്ടിൽ പറയുന്ന പോലുള്ള ഉത്കണ്ഠകളൊന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്നില്ല. കാര്യം ഞങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഇതൊരു 3ാമത്തെ വാറാണ് ഫേസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്കത് അത്ര ഇതായിട്ട് തോന്നില്ല എന്ന് വേണം പറയാൻ. പറഞ്ഞോളൂ സ്റ്റീഫൻ. പിന്നെ നമ്മൾക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്ന നമ്മളുടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇവിടുത്തെ ന്യൂസുകൾ, TV ന്യൂസ്, പിന്നെ അത് കൂടാതെ തന്നെ നമ്മളുടെ ഇവിടെ തന്നെ പല കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലുള്ളവരൊക്കെ തന്നെ പ്രത്യേകം വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. പല സ്ഥലത്ത്, അതായത് ഇസ്രായേലിൽ തന്നെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് തന്നെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അവിടെ നിന്നൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ശരി, ഡെന്നി, ഇവിടെ കരയുദ്ധം ലെബനനിൽ ആരംഭിച്ചു. കരയുദ്ധത്തിൽ കാര്യമായ പുരോഗതി ഇസ്രായേൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് വ്യോമാക്രമണം ശക്തമാക്കിയതും. ഈ ഗസയിലെ, ലെബനനിലെയും മറ്റും വെസ്റ്റ് ബാങ്കിലെയും മറ്റും ജനവാസ മേഖലകളിൽ മാരകമായ വ്യോമാക്രമണമാണ് കഴിഞ്ഞ 24 മണിക്കൂറായി നടക്കുന്നത് എന്നുള്ളതാണ്. അവിടെ അങ്ങനെയാണ് അഭയാർത്ഥി ക്യാമ്പിലൊക്കെ 18ഓളം പേർ കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടായത്. അങ്ങനെ ഈ 21,000-ഓളം ആളുകൾ പാർക്കുന്നൊരു അഭയാർത്ഥി ക്യാമ്പിലാണ് എന്ന് മനസ്സിലാക്കണം. മനുഷ്യകവചമായി ഉപയോഗിക്കുന്നുണ്ട് പല സാധാരണക്കാരെയും എന്നുള്ളത് വ്യക്തമാണ് ഇത്തരം സംഘടനകൾ. പക്ഷെ അവിടെ മറ്റു മാർഗങ്ങളില്ല. ഈ കരയുദ്ധത്തിൽ ചില സൈനികർ കൊല്ലപ്പെടുന്നു, അവരുടെയൊക്കെ ചിത്രമടക്കം പുറത്തു വന്നതാണ്. അതിനപ്പുറത്ത് ഈ തുടങ്ങിയ കാര്യം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മുന്നിൽ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും ശ്രീ രഞ്ജിത്ത്, നോക്കൂ, ഇപ്പം ഗാസയിലേക്ക് ഈ ഒക്ടോബർ 7-ാം തീയതി കഴിഞ്ഞ വർഷത്തെ അറ്റാക്ക് കഴിഞ്ഞിട്ട് ഇസ്രായേൽ IDF ഫോഴ്സസ് പോയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 മാസം അവർക്ക് എടുത്തു. ഓൾമോസ്റ്റ് അവർക്ക് അവിടുത്തെ ഒരു കാര്യം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ. അതിനകത്ത് തന്നെ അവർ ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കൂ. അവിടെ ചെയ്തേക്കുന്ന ഇസ്രായേൽ, അതായത് ഗാസ ഈജിപ്റ്റ് ബോർഡർ, ആ ബോർഡറിൽ അവരൊരു ബഫർ ഉണ്ടാക്കി. അതായത് ഈജിപ്തിൽ നിന്ന് ഒരു കാരണവശാലും അവിടുന്ന് ഹമാസിന് ഒരു എക്യുപ്മെന്റും ഒന്നും വരാൻ സാധ്യതയില്ല എന്നുള്ളൊരു ഒരു ബഫർ ഉണ്ടാക്കി. നോർത്ത് ഗാസ, സൗത്ത് ഗാസ, അതിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഒരു ബഫർ ഉണ്ടാക്കി. അപ്പൊ അതിലൊരു 2 കോറിഡോർ എന്നാണ് അവർ പറയുന്നത്. ആ കോറിഡോർ സൃഷ്ടിച്ചു. അതിന് ഏകദേശം ഒരു 10 മാസം എടുത്തു. ഇതേപോലെ തന്നെ അവർ ഹെസ്ബുല്ല ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി നോർത്തേൺ ഏരിയാസിൽ, അതായത് സദേൺ ലെബനനിൽ, അത് 1701 UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ പ്രകാരം സൗത്ത് ഓഫ് റിവർ ലിറ്റാനി റിവറിന്റെ സൗത്ത് തൊട്ട് അവിടെ ഒന്നി ലെബനീസ് ആംഡ് ഫോഴ്സസ് അല്ലെങ്കിൽ UN പീസ് കീപ്പിംഗ് ഫോഴ്സ് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യും പാടുള്ളൂ എന്നുള്ളൊരു സെക്യൂരിറ്റി റെസൊല്യൂഷൻ ഉണ്ട്. പക്ഷെ അവിടെയാണ് ഹിസ്ബുള്ള വന്നിട്ട് അവിടെ സ്ഥാപിക്കുകയും അവിടെ അവർ ടണൽസ് മേക്ക് ചെയ്യും, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. അവിടെ നിന്നാണ് അവർ റോക്കറ്റ്സ് അയച്ചുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏകദേശം 8,000 റോക്കറ്റ്സ് ഹിസ്ബുള്ള തന്നെ അവിടുന്ന് ഈ ഒക്ടോബർ 7-ാം തീയതി ഈ യുദ്ധം തുടങ്ങിയ തൊട്ട് ഹിസ്ബുള്ള അവിടുന്ന് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഈ ഹിസ്ബുള്ളയെ അവിടുന്ന് അവർ മാറ്റിയില്ലെങ്കിൽ നാളെ അതേ രീതിയിലുള്ള ഒരു അറ്റാക്ക് അവിടുന്ന് വരും എന്നുള്ള അവർക്ക് തീർച്ചയാണ്. എനിക്ക് തോന്നുന്നു ഇസ്രായേൽ ഓൾറെഡി പറഞ്ഞു നമ്മളെ സ്ട്രൈക്ക് ചെയ്തത് ഒക്ടോബർ 7 മോഡൽ ഒരു സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി ഹിസ്ബുള്ള റെഡിയായി ഇരിക്കുമായിരുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷനിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരുടെ സ്പെഷ്യൽ ഫോഴ്സസ്, അതായത് ഈ കമാൻഡോ ഗ്രൂപ്പ്സ് ഈ അറ്റാക്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവിടെ റെയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നും പുറത്തു വന്നില്ലായിരുന്നു, അതൊക്കെ ഇപ്പോഴാണ് പുറത്ത് വരാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, പേജർ അറ്റാക്കിലൂടെ ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ മൊത്തം നശിപ്പിച്ചു. അതുപോലെ ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ടാർഗറ്റ് ആയത് ഹസൻ നസറുള്ളയെ ടാർഗറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തു. ഇനി അവർ ചെയ്യുന്ന വെച്ചാൽ ഈ ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യുക, അതായത് ലിറ്റാനി നദിയുടെ സൗത്ത് ഉള്ള കംപ്ലീറ്റ് ഏരിയ സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. അത് അത്ര ഈസി അല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എയർ അറ്റാക്സ് ആണ്. അവിടെ അവർക്ക് ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതായത് ഹിസ്ബുള്ള എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ടാർഗറ്റ്, ഇൻക്ലൂഡിങ് ഇറാന്റെ വരെ നോക്കി കഴിഞ്ഞാൽ എയർ സുപ്രീമസി ഇസ്രായേലിനുണ്ട്. പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ആ കഥ മാറുന്നു. ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ എന്ത് പറ്റുന്നത്, ഹിസ്ബുള്ളയ്ക്ക് അവിടെ ഓൾറെഡി പ്രസൻസ് ഉണ്ട്. ഹിസ്ബുള്ളയ്ക്ക് ആ ടെറൈനെ കുറിച്ച് നല്ല അറിവുണ്ട്. അവർ അവിടെ ടണൽ സിസ്റ്റംസും ബിൽഡിങ്സും മറ്റ് എല്ലാ കാര്യങ്ങളും അവർ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പം ഒരു ഇൻഫൻട്രി അല്ലെങ്കിൽ താഴെ ഒരു കാലാൽപ്പട എന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പം അവിടെ അവർക്ക് ആ അഡ്വാൻറ്റേജ് ന്യൂട്രലൈസ് ആവുകയാണ്. അവിടെ അവർക്ക് ഓരോ വീടുകളും ക്ലിയർ ചെയ്ത് മാത്രമേ പോകാൻ സാധിക്കൂ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഗാസയിൽ ചെയ്ത പോലെ അവർക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതിന്റെ മുകളിലാണ് ഈ ഹ്യൂമൻ ഷീൽഡ് എന്നുള്ള ഒരു കാര്യം ഹിസ്ബുള്ള ചെയ്യുന്നത്. അത് വളരെ എന്താ പറഞ്ഞ ഇപ്പം ഹമാസ് ചെയ്ത പോലെ തന്നെയാണ്. IDF-ന്റെ ഭാഗത്തു നിന്ന് ഈ ടാർഗറ്റ് ചെയ്യുന്നതിനകത്ത് ഒരു രീതിയിലുള്ള ന്യായീകരണം ഇല്ലെങ്കിൽ തന്നെയും ഹമാസും ഹിസ്ബുള്ളയും അവരുടെ തന്നെ ആളുകളെ ഹ്യൂമൻ ഷീൽഡ് ആയിട്ട് വെക്കുന്നതിനകത്തും ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതായത് അവർ ആർക്ക് വേണ്ടിയാണോ അവർ ഫൈറ്റ് ചെയ്യുന്നത് ആ ആളുകളെ തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ആക്ച്വലി പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ കാര്യം കുറച്ചും കൂടെ ഒരു വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ അവര് ലബനീസ് ആളുകളെയാണ് ഫ്രണ്ട് വെക്കുന്നത്. അപ്പൊ ലബനീസിനും ഇസ്രായേലുമായിട്ടുള്ള യാതൊരു പ്രശ്നമില്ലാത്ത അതായത് അവർക്ക് യാതൊരു റിലേറ്റഡും അല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പോലും മുന്നോട്ട് വെച്ച് ഹ്യൂമൻ ഷീൽഡാക്കി വെക്കുമ്പം അതിനകത്ത് ഇസ്രായേലിന് ഒരു രീതിയിലുള്ള സിമ്പതിയോ റിമോഴ്സോ ഇല്ലാതെ അത് അവർ ടാർഗറ്റ് ചെയ്യുന്നു. അതും തെറ്റാണ്. പക്ഷെ ഇതിനകത്ത് തെറ്റും ശരിയും എന്നുള്ള കാര്യമേ ഇല്ല. യുദ്ധത്തിൽ അവിടെ നടക്കുന്നത് ആളുകൾ മരിക്കുന്നതല്ലാതെ തെറ്റും ശരിയും ഭാഗത്തും നമുക്ക് നോക്കാൻ പറ്റില്ല. നമ്മൾ ആർക്കും ഒരു ജഡ്ജ് എന്നുള്ള രീതിയിൽ പോലും നിൽക്കാൻ പറ്റത്തില്ല. രണ്ടും അവലിന്യം മാത്രമേ പറയാൻ പറ്റൂ. അതായത് ഹ്യൂമൻ ഷീൽഡ് വെക്കുന്നതും അത് ടാർഗറ്റ് ചെയ്യുന്നതും. പക്ഷെ അവരവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവരവരുടെ ശരിയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ശ്രീ രഞ്ജിത്ത്, ഈ ഒരു ഗ്രൗണ്ട് ഒഫൻസീവ് ഹിസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്തുള്ള ഗ്രൗണ്ട് ഒഫൻസീവ് അത്ര എളുപ്പം തീരാൻ പോകുന്നില്ല. അത് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഇപ്പൊ 8 കാഷ്വാലിറ്റീസ് അവർക്ക് അവരുടെ സൈന്യത്തിന് കിട്ടി. അതേപോലെ തന്നെ കാഷ്വാലിറ്റീസ് ഇൻക്രീസ് ആവാനുള്ള സാധ്യത അവർക്കുമുണ്ട്. ഇതേപോലെ തന്നെ ഗാസയിൽ എൻറ്റർ ചെയ്തപ്പോഴും അവർക്ക് കാഷ്വാലിറ്റീസ് ഉണ്ടായി. കാരണം അവിടെ ഫൈറ്റിംഗ് വേറൊരു രീതിയിലാണ്. അൾട്ടിമേറ്റ്ലി ഒരു കുറച്ച് നാൾ കഴിയുമ്പം അവർക്ക് ആ ഏരിയ ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം അത്രയും മൈറ്റും അത്രയും ശക്തിയും ഇസ്രായേലി IDF ഫോഴ്സസിനുണ്ട്. പക്ഷെ അതൊരു വലിയൊരു കോസ്റ്റ് കൊടുത്തിട്ടായിരിക്കും എന്ന് മാത്രമേ. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ചെയ്തേ നിൽക്കത്തുള്ളൂ അവർ. കാരണം ആ ബഫർ സോൺ ഇല്ലാതെ ഇസ്രായേലി നോർത്തേൺ ഏരിയസ് നിന്ന് അവിടുന്ന് വന്ന ആളുകൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു സീസ് ഫയർ എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നതിന് മുൻപ് ആ ബഫർ സോൺ അവർ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അതിന് ഒരു വില IDF-നും കൊടുക്കേണ്ടി വരും എന്നാണ് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായും. സജീവൻ ആന്റണി, ഈ അറബ് രാജ്യങ്ങളുടെ പിന്തുണ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് ഇസ്രായേൽ. ഒരുപക്ഷെ ഇറാനെ അത്തരത്തിൽ ആക്രമിക്കേണ്ട പശ്ചാത്തലമുണ്ടായി. അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം നമുക്കറിയാം സമീപകാലത്ത് ഇസ്രായേൽ നേടുന്ന ഒരു പിന്തുണ അവരുടെ പല ആക്രമണങ്ങളിലും. എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ ആഭ്യന്തര സുരക്ഷ വളരെ പ്രധാനമാണ്. അവിടെ കയറി അറ്റാക്ക് ചെയ്താൽ അതിന് തിരിച്ചടിക്കേണ്ടി വരും. 4 ചുറ്റും ശത്രുക്കളുടെ രാജ്യത്തിന് പിന്നെ മറ്റൊരു മാർഗ്ഗമില്ലാത്ത പശ്ചാത്തലമുണ്ട്. ഈ വളർന്നു വരുന്ന ഫോഴ്സുകളെല്ലാം ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ തങ്ങളുടെ രാജ്യത്തിന് അപകടകരമാകും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. നമുക്കറിയാം കഴിഞ്ഞ ഒക്ടോബർ 7 സംഭവം അപ്രതീക്ഷിതമായിരുന്നു. അതിനുള്ള തിരിച്ചടി കൊടുത്തു. ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കിയ പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഹിസ്ബുള്ളയെ മുന്നോട്ട് കൊണ്ടുപോവുക, ഹിസ്ബുള്ളയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അത് അത്ര ഹമാസിനെ പോലെയുള്ള അല്ല. ഹിസ്ബുള്ള ശക്തമാണ്. അപ്പുറത്തെ ഹൂതികളുണ്ട്, അവരുടെ അറ്റാക്ക് വരുന്നുണ്ട്. ഇറാൻ്റെ പിന്തുണ പൂർണ്ണമായും ഉണ്ട്. ഇറാഖിൽ നിന്ന് അറ്റാക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ഈ ഇസ്രായേലിന് ശത്രുക്കളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഉള്ള സഹായം ലോകരാജ്യങ്ങൾ കൂടുതലായി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അത്തരം മാറ്റങ്ങൾ കൂടി കാണുന്നില്ലേ ആ തലത്തിൽ? തീർച്ചയായും രഞ്ജിത്തെ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ രേഖപ്പെടുത്തുകയാണ് രഞ്ജിത്തും മേജർ ഡനിയിൽ പറഞ്ഞതിനകത്ത്. കരയുദ്ധം അവിടെ അപ്രസക്തമായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരു യുദ്ധത്തിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 1960s 70s 80s എടുത്തു കഴിഞ്ഞാൽ
കരയുദ്ധത്തിനാണ് കൂടുതൽ പ്രസക്തി. കാരണം അന്ന് ഏരിയൽ പവറും മറ്റ് ബോംബുകളും അങ്ങനെയുള്ള ആകാശ സേനയ്ക്ക് വലിയൊരു പ്രസക്തി ഇല്ലായിരുന്നു. അതിനുശേഷം ടെക്നോളജി വികസിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ സ്ട്രാറ്റജികൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേജർ വാക്കി ടോക്കി അറ്റാക്കും വ്യോമ ആക്രമണവും കരയുദ്ധവും എല്ലാം ഒന്നിനോട് ലിങ്ക് ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പേജറും വാക്കി ടോക്കിയും ആക്രമിച്ചോടുകൂടി മൊത്തത്തിലുള്ള ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യുകയും അവർക്ക് ഏത് അത്യാധുനികമായ ഈ പറഞ്ഞ ടെക്നോളജി ഉപയോഗിക്കാനുള്ള ഒരു കോംപ്ലക്സിറ്റി അല്ല ഒരു ഫിയർ മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ആ ഒരു പകച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു വ്യോമ ആക്രമണം ഇന്റൻസ് ആയിട്ട് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കാണ് ഒരു കവറേജ് കിട്ടി. ആ കവറേജിനകത്താണ് അവര് ആർമിയെ അല്ലെങ്കിൽ കരയുദ്ധത്തിലുള്ള ആൾക്കാരെ മുന്നേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് വ്യോമ ആക്രമണത്തിൽ കിട്ടുന്ന ഒരു സഡൻ എഡ്ജ് അല്ലെ സഡൻ ഒരു ഇഫക്റ്റ് നമുക്ക് കരയുദ്ധത്തിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആദ്യം ലേസർ അറ്റാക്കും മറ്റു കാര്യങ്ങളും ചെയ്തു, പിന്നെ കരയുദ്ധത്തിലേക്ക് പോകുന്നു. പിന്നെ കരയുദ്ധത്തിലേക്ക് പോകുന്നു. കരയുദ്ധത്തിലേക്ക് പോകുമ്പോൾ വേറൊരു വ്യത്യാസം കൂടെ എനിക്ക് രേഖപ്പെടുത്താനുള്ള ഇതാണ് ഹമാസുമായിട്ടുള്ള ഫൈറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ. അതിനകത്ത് അങ്ങ് പറഞ്ഞ കറക്റ്റ് ആണ്. അതായത് നേരത്തെ ഈ കരയുദ്ധം നടക്കുമ്പോൾ ഇപ്പൊ ഇസ്രായേലും മറ്റ് സ്റ്റേറ്റ്സുമായിട്ടുള്ള ഫൈറ്റിംഗ് അന്ന് പഴയ യുദ്ധം നടക്കുമ്പോൾ അത് സ്റ്റേറ്റും തമ്മിലായിരുന്നു. അപ്പൊ കരയുദ്ധം എന്ന് പറയുമ്പോൾ ടാങ്ക്സ് വേഴ്സസ് ടാങ്ക്സ്, നമുക്കൊക്കെ അറിയാം ഈജിപ്ഷ്യൻ സിനായി പെനിൻസുലയിലൊക്കെ എന്തുമാത്രം ഇത് അന്ന് ഈ ടാങ്ക് വേഴ്സസ് ടാങ്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാറാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ആ രീതി എന്ന് വെച്ചാൽ ഇസ്രായേലി ഇപ്പോഴും ഒരു സ്റ്റേറ്റ് ആണ്, പക്ഷെ അവർ ഫൈറ്റ് ചെയ്യുന്ന നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ടാണ്. ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ യൂണിഫോം ഇട്ടാലും സിവിലിയൻ ക്ലോത്ത്സ് ആയാലും ആരാണ് എങ്ങനെയാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എയർഫോഴ്സ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഈ സിവിലിയൻസുമായിട്ട് അങ്ങ് മേർജ് ആവുകയാണ്. അപ്പൊ ഇത് നമ്മൾ കശ്മീരിലൊക്കെ കാണുന്ന കാര്യമാണ്. തീവ്രവാദിയാണോ ആരാണോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അവർ പോയി ഒരു തോക്കെടുത്തു കഴിഞ്ഞാൽ അവർ ഭീകരവാദിയായി. പക്ഷെ അവർ കാണുകയാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത് കളഞ്ഞു കഴിഞ്ഞാൽ അവർ സിവിലിയൻ ആയി. അങ്ങനെ വരുമ്പം ആ എസിമെട്രി, അതായത് പവർ കൺവെൻഷണൽ സുപ്പീരിയറിറ്റി IDF-നുള്ളത് അത് ഈക്വലൈസ് ആവുകയാണ്. കാരണം ഇവരെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ ഇവര് താഴെ ഗ്രൗണ്ടിൽ വന്നേ പറ്റൂ. അല്ലാതെ എത്ര ബോംബാർഡ് ചെയ്താലും നമുക്കറിയാലോ ഒരു എലിയെ പോലെ എവിടെയെങ്കിലും കയറി ഒളിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ തീർച്ചയായിട്ടും ഞാൻ താങ്കളോട് വിയോജിക്കുകയല്ല, ആ ഒരു സെഗ്മെന്റിൽ വിയോജിക്കുകയല്ല ചെയ്തത്. ഞാൻ പറഞ്ഞത് കരയുദ്ധത്തിന്റെ പ്രസക്തി ഇല്ലാതെ പോയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ പ്രസക്തി ഇല്ലാതെ ഞാൻ പറഞ്ഞില്ല. കരയുദ്ധം ചെയ്ത ആളാണ്, അപ്പൊ പ്രസക്തി എപ്പോഴും കാണും. ഹമാസും ഈ ഹിസ്ബുള്ളയുമായിട്ട് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അവിടെ 10,000-20,000 ആയിരുന്നു ഹമാസ്. അവിടെ ചെന്ന് കഴിക്കുമ്പോൾ മനസ്സിലായി ചിലന്തി വലകൾ പോലുള്ള അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്കും ഉണ്ട്. അവരുടെ ഓപ്പറേഷൻസ് മുഴുവൻ അങ്ങനെയുമാണ്. മൂന്നാമതായിട്ട് ഹ്യൂമൻ ഷീൽഡ് ആണ്. അപ്പൊ എന്ന് പറഞ്ഞ പോണക്ക് തന്നെ ഹിസ്ബുള്ളയുമായിട്ട് വരുമ്പം രണ്ട് വ്യത്യാസമുണ്ട്. രണ്ട് കാര്യങ്ങളിൽ സാമ്യമുണ്ട്, എന്നാൽ ഒന്നിൽ വ്യത്യാസമുണ്ട്. ഒന്ന്, ഹ്യൂമൻ ഷീൽഡ് കോമൺ ആണ്. ഹമാസിന് അവിടെ ഹ്യൂമൻ ഷീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹിസ്ബുള്ളയ്ക്ക് ഇവിടെ ഹ്യൂമൻ ഷീൽഡ് ഉണ്ട്. രണ്ടാമത്തേത് അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്കുകളും ചിലന്തി വലകൾ പോലെയുള്ള ടണൽ പ്രതിഭാസങ്ങളും എങ്ങനെ ഗാസയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ലെബനിലെ ഹിസ്ബുള്ളയ്ക്കും ഉണ്ട്. മൂന്നാമത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അവിടെ 15,000-20,000 ഹമാസും ആയിരുന്നെങ്കിൽ ഇവിടെ ഏകദേശം 90,000 അല്ലെങ്കിൽ 100,000-ഓളം ഹിസ്ബുള്ളയുടെ ഒരു വലിയൊരു സ്ട്രെങ്ത് ഉണ്ട്. രണ്ടാമത്തേത് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇറാന്റെ ഒരു ഡയറക്റ്റ് ഫൈറ്റ് കഴിഞ്ഞ് ഒരു സപ്പോർട്ട്, അത് അതിനുശേഷം ഇറാൻ മുന്നിലേക്ക് വന്ന് ഹിസ്ബുള്ളയുടെ ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരി, തിരിച്ചു വരാം. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ചതാ ചോദ്യം, ഈ അറബ് രാജ്യങ്ങളുടെ പിന്തുണ വേണം, കൂടുതൽ ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പശ്ചാത്തലം ഒരുങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സും ഈ ചുറ്റും ശത്രുക്കളുടെ ഇടയിലും ഇസ്രായേലിനുണ്ട് എന്നതുകൂടിയുള്ളതല്ലേ ഈ ഇത്ര വലിയ ധൈര്യത്തോടുകൂടി ഈ കാര്യങ്ങളെ കാണാൻ ഇസ്രായേലിന് സാധിക്കുന്നതിന് കാര്യം? അത് ഇറാൻ്റെ ആധ്യാത്മിക നേതാവ് ആയത്തുള്ള അലി ഖൊമേനി, അദ്ദേഹം ഒരുപക്ഷെ ഒരു സ്വപ്ന ലോകത്താണ്. അദ്ദേഹം ആത്മാർത്ഥമായിട്ടാണോ ഈ ക്ലാരിയൻ കോൾ അറബ് ലോകത്തിന് നൽകിയതെന്ന് എനിക്കറിയില്ല. അറബി ഇസ്ലാമിക ലോകം ഇപ്പോൾ ഞങ്ങളോടൊപ്പം നിൽക്കണം, പാലസ്തീനിയൻ കോസിന് വേണ്ടി നിൽക്കണം. എക്കാലത്ത് നിന്നത് അവരാണല്ലോ, നിൽക്കാഞ്ഞത് ഇറാനാണ്. ഇപ്പോൾ നിൽക്കുന്നവർ, അതുകൊണ്ട് സമസ്ത ഇസ്ലാമിക ലോകവും ഇപ്പോൾ നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും, അത് ഇന്തോനേഷ്യ മുതൽ, ഇന്തോനേഷ്യ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ജനസംഖ്യയുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. പാകിസ്ഥാനും ഇന്തോനേഷ്യയും ഇതൊക്കെ മാറിക്കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവരുൾപ്പെടെ ഇസ്ലാമിൻ്റെ ഒരു പോരാട്ടമായി ഇതിനെ കാണണമെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രായോഗികമായി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അറബികളുടെ ഒരു ആളുകളാണ് ഈ പറയുന്ന ഹമാസ്, അതുപോലെ ഈ പലസ്തീനിയൻസ്. അപ്പോൾ ഇത് അറബികളുടെ കോസാണെന്ന് തോന്നാം, പക്ഷേ ഇന്ന് അറബി ലോകം ഇസ്രയേലുമായി സന്ധി ചെയ്ത് പോകുകയാണ്. 1978 ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്, അത് ഇസ്രയേലും ഈജിപ്തും തമ്മിലാണ്.
അത് മുതൽ ഇങ്ങോട്ട് ഒരു സീരീസ് ഓഫ് എഗ്രിമെൻറ്റ്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ജസ്റ്റേഴ്സ് ഇസ്രയേലും അറബ് ലോകവുമുണ്ട്. അറബ് വേൾഡ് ഹാസ് ലേൺ ടു കോ എക്സിസ്റ്റ് വിത്ത് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിനോടൊപ്പം സഹവസിക്കാൻ മാനസികമായി അറബ് ലോകം തയ്യാറെടുത്തു. അതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അറബ് ലോകത്തെ ഒരു രാജ്യത്തിനെതിരെയും ഈ അടുത്ത കാലത്ത് ഇസ്രായേൽ എന്ന സ്റ്റേറ്റ് ഒരു അറബ് സ്റ്റേറ്റിനെതിരെയും ആക്രമണം നടത്തിയിട്ടില്ല. എന്നാൽ ഈ ഗ്രൂപ്പുകൾ ആ രാഷ്ട്രത്തിന് അതീതമായ പ്ലേയേഴ്സാണ്. നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സായ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ. അവരെ നിയന്ത്രിക്കുന്നത് അറബ് ഇതര ശക്തികളാണ്. അത് പുറത്തു നിന്നുള്ള ഇറാനാണ്. അത് സുന്നി രാജ്യമല്ല, ഷിയ രാജ്യമാണ്, അറബ് രാജ്യമല്ല, നോൺ അറബ് രാജ്യമാണ്. അപ്പം സാംസ്കാരികമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന മേഖലയാണ് സ്വാഭാവികമായി രംഗത്ത് വരേണ്ടത്. അവരെന്തുകൊണ്ട് വരുന്നില്ല? പ്രായോഗിക ചിന്തയാണ്. ഇസ്രായേലിനോടൊപ്പം സഹവസിക്കുക, അധിവസിക്കുക, പൊരുത്തപ്പെട്ടു പോവുക, ചേർന്ന് പോവുക. എന്നാൽ ചർച്ചകളിലൂടെ, നെഗോസിയേഷനിലൂടെ ഒക്കെ വേണം. അതേ അറബ് രാജ്യങ്ങളാണ് പണ്ട് അബദ്ധം കാണിച്ചത്. വെള്ളിത്താലത്തിൽ വെച്ച് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാലസ്തീനിയൻ കോസിനെ അട്ടിമറിച്ചതിൽ ഇസ്രായേലിനോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾക്കും ആ പാപക്കറയിൽ നിന്നും കൈ കഴുകി മാറാനാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ അവർ പാഠം പഠിച്ചിരിക്കുന്നു, സെൻസിബിളായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനൊരു ആഗ്രഹം ഇറാൻ്റെ പരമോന്നത നേതാവ് വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള ജനങ്ങളോടായിട്ട്, ലോകത്തോടായി, ഇറാനിയൻ ജനതയോടായി സംസാരിച്ചപ്പോൾ അത് ഒരു പൊളിറ്റിക്കലി കറക്റ്റ് ആണെന്ന് നമുക്ക് തോന്നാമെങ്കിൽ അമേരിക്കയൊക്കെ എത്ര മോശം ഭാഷയിലാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അമേരിക്കയെ എന്നാണ് പറയുന്നത്. ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് രക്തരക്ഷസ് എന്ന ഏതാണ്ട് ആ ഒരു പദം മലയാള പദമായിരിക്കും, പക്ഷേ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പദമാണ് പേർഷ്യൻ ഭാഷയിൽ അവർ ഉപയോഗിച്ചത്. അതുകൊണ്ട് വളരെ ഒരു മതമേലധ്യക്ഷനെ ഉപയോഗിക്കാവുന്ന ഒരു എല്ലാ ലിമിറ്റുകൾക്കും താഴെ നിന്നുകൊണ്ട് അദ്ദേഹം ഇത് പറയുകയാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ഏറ്റവും പരിമിതമായ ഒരു ബലപ്രയോഗം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഈ 182 മിസൈലുകൾ ഞങ്ങൾക്ക് സാധിക്കും അല്ലേ? ഇനിയും ഞങ്ങൾക്ക് ആവനാഴിയിൽ ഏറെ അസ്ത്രങ്ങൾ ബാക്കിയുണ്ട്. ഞങ്ങൾ വേണ്ടി വന്നാൽ അത് ഉപയോഗിക്കും. ഇതൊരു താക്കീതാണ്. ഇതിന് ഞാനൊക്കെ കാണുന്നതിനെ ഒരു റെറ്ററിക് എന്നുള്ള നിലയിലാണ് കാണുന്നത്. ഒരു മത നേതാവിൻ്റെയും ആധ്യാത്മിക നേതാവിൻ്റെയും ചുമതല എന്താ? സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ഒരു ലൈഫിനുള്ളൊരു അന്തരീക്ഷം, സമൃദ്ധമായ ജീവനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ കൊലവിളി കൊണ്ട് അത് സാധിക്കില്ല. അത് ഇസ്രായേൽ ചെയ്താലും തെറ്റാണ്, ഇറാൻ ചെയ്താലും തെറ്റാണ്. ഇവിടെ ന്യായീകരണങ്ങളല്ല വേണ്ടത്, ഇവിടെ പരിഹാരങ്ങളാണ് വേണ്ടത്. പരിഹാരം സാധിക്കണമെങ്കിൽ ഇന്നത്തെ നിലയിൽ രണ്ട് രാജ്യങ്ങളും ശ്രമിക്കണം. ഇനി ഏകപക്ഷീയമായ പരിഹാരം വേണമെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് കുറേയേറെ സംയമനം വേണം. ഈ റിബൽ ഗ്രൂപ്പുകളെ ഇസ്രായേലിനെതിരെ വളർത്തിക്കൊണ്ട് വരുന്നിടത്തോളം കാലം, ആ പ്രവണത തുടരുന്നിടത്തോളം കാലം യുദ്ധം തുടരും. അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലെ അംഗീകരിച്ചെങ്കിലേ പറ്റൂ. സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം എന്നത് അംഗീകരിച്ചേ മതിയാകൂ. അത് അംഗീകരിക്കാതിരിക്കുന്നിടത്തോളം കാലം ഒരു ജനതയുടെ ആത്മാവിഷ്കാരം പല രൂപത്തിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇസ്രായേൽ ഒരിക്കലും സമാധാനമായിരിക്കാൻ കഴിയില്ല, പെർപ്പച്വൽ യുദ്ധത്തിലായിരിക്കും. അതിന് അവരൊരു പക്ഷേ മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ടാവും. എങ്കിലും പുരോഗതിയും സമാധാനവുമാണ് ലക്ഷ്യമെങ്കിൽ ഇറാനും ഇസ്രായേലും സംയമനം പാലിച്ചെങ്കിലേ പറ്റൂ. ഇത് ആളിക്കത്തിക്കാൻ വൻ ശക്തികൾ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. തീർച്ചയായിട്ടും അമേരിക്കയും റഷ്യ ഒന്നും ഇത് ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം അവർക്ക് മനസ്സിലായി അവരുടെ എനർജീസ് വെറുതെ ഇവിടെ വേസ്റ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് അതാണ് ട്രംപ് പറഞ്ഞത്, നമ്മൾ എന്തിന് ഉക്രൈനിൽ പോയി കാശ് മുടക്കുന്നു? ഇവിടെ അമേരിക്ക, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. നമുക്കിവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ തന്നെയുണ്ട്. എന്തുകൊണ്ട് അമേരിക്കയുടെ കാര്യം മാത്രം മൈൻഡ് ചെയ്തുകൂടാ? ആ ചിന്ത അമേരിക്കയിലുണ്ട്, റഷ്യയിൽ കുറച്ചൊക്കെ ഉണ്ട്. അവിടെ ഉക്രൈനുമായിട്ട് ചെന്ന് വലിയ ഇതാണ്. അപ്പോൾ റഷ്യ വന്ന് ഇടപെടാൻ നേരിട്ട് വരുമോ? അപ്പോൾ വൻ ശക്തികളുടെ ഒരു തിയേറ്റർ എന്നുള്ള പഴയ ഒരു നറേറ്റീവിന് ചെറിയ മാറ്റം വരുന്നുണ്ട്. പിന്നെ ആയുധ കച്ചവടം ഒരു യാഥാർത്ഥ്യമാണ്. മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, എവിടെ തർക്കമുണ്ടെങ്കിലും വൻ ശക്തികൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് വിപണി ലഭിക്കുകയാണ്. ആ ഒരു കാര്യം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ആരും ഈ ഇറാന്റെ ഇസ്രായേലിന്റെ മാത്രം നിലപാട് മതിയാവും പ്രശ്നപരിഹാരത്തിന്. അവിടെയാണ് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക്. സജീവൻ ആന്റണി, ഇങ്ങനെ ശ്രീ മോഹൻ വർഗീസ് സാർ പറയുന്നത് പോലെ പരിഹാരം ആവശ്യമാണ്. അതിനാര് മുൻകൈ എടുക്കുമെന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കണം, സമാധാനം വേണം എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇന്ത്യ അല്ലേ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ നമ്മുടെ നിലപാടതാണ്. ഈ ഇപ്പോൾ ഉക്രൈനിൽ ആയാലും പലസ്തീനിലായാലും ഒക്കെ സമാധാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞ രാജ്യമാണ്. പക്ഷേ മറ്റ് വൻ ശക്തികളൊക്കെ ഇതിനെ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ഒന്ന് ജ്വലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോഴെങ്കിലും ഇത് അവസാനിപ്പിക്കാനുള്ള സാഹചര്യമില്ല. ഒരു സമാധാനത്തിൻ്റെ പാത ഉടനെയെങ്കിലും ഉണ്ടാകുമെന്ന് കരുതുകയും വേണ്ട.
രഞ്ജിത്തെ, ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതിനോട് ഒന്ന് ആഡ് ചെയ്യാൻ മാത്രം ആഗ്രഹിക്കുന്നു. കാരണം ഇന്നലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഇവിടെ അമേരിക്കയിൽ. ഞാൻ എൻ്റെ ഒരു ബിസിനസ് മീറ്റിംഗുമായിട്ട് പോയപ്പോൾ അവിടെ 3 പേരുണ്ടായിരുന്നു. ആ 3 പേര് അപ്രതീക്ഷിതമായിട്ട് 3 രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഒന്ന് ഒരു ഇസ്രായേലി ആയിരുന്നു, ഒന്ന് ഒരു ഈജിപ്ഷ്യൻ ആയിരുന്നു, ഒന്ന് ഒരു സിറിയക്കാരനായിരുന്നു. അപ്പൊ ഞാൻ ഒഫീഷ്യൽ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു ചാറ്റ് ചെയ്തു, അവരുടെ ഒപ്പീനിയൻ എന്താണ് ഇതിനെപ്പറ്റി, ഈ ഒരു ആ ഒരു മേഖലയെ പറ്റി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഫൈറ്റിനെ പറ്റി എന്നുള്ളത്. അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ, ഇസ്രായേലി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അദ്ദേഹം പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് തോന്നും. അതോടൊപ്പം തന്നെ ഈജിപ്ഷ്യന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈജിപ്ഷ്യൻ പറയുന്നതും ശരിയാണെന്ന് തോന്നും. സോവാസ് സിറിയക്കാരൻ പറയുന്നതും ശരിയാണെന്ന് തോന്നും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് സംസാരിക്കുന്നു, എവിടെ നിന്ന് സംസാരിക്കുന്നു, നമ്മൾ ഏത് സമയത്ത് സംസാരിക്കുന്നു എന്നതിനെ അപേക്ഷിച്ചാണ് ഇതിനകത്ത് തെറ്റേതാണ് ശരിയാണ് ഏതാണെന്ന് വരുന്നത്. മിസ്റ്റേക്കുകൾ എല്ലാ 2 ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. അതോടൊപ്പം വേറൊരു കാര്യം കൂടെ ആ ഒരു സംസാരത്തിൽ നമുക്ക് ക്ലിയർ ആയി. എന്താണെന്ന് പറഞ്ഞറിയോ, 80 വരെ അമേരിക്കയുടെ ഒരു പോളിസി അല്ലെങ്കിൽ പേഴ്സണൽ ഒരു ഇൻവോൾവ്മെന്റ് ആ ഏരിയയിൽ ഇന്നത്തെ ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ വളരെയധികം കൂടി. 82 വരെ ഈ ഒരു അറബ് പെനിൻസുല, ശ്രീ മോഹൻ പറഞ്ഞു ഇസ്രായേലിന്റെ കൂടെ ആയിരുന്നു അല്ലെ എന്ന് പറഞ്ഞു. അതിനൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ആ മേഖലയിൽ വന്നു. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഈജിപ്ഷ്യനൊക്കെ സത്യത്തിൽ ഞാൻ അവരുടെ ലാംഗ്വേജ് കടമെടുക്കുകയാണെങ്കിൽ അമേരിക്ക ഗണ്ണ് വെച്ച് വിരട്ടി കഴിഞ്ഞപ്പം ഈജിപ്തിനും മറ്റ് അറബ് രാജ്യങ്ങൾക്കും ഒക്കെ മൂളേണ്ടി വന്നു. ആ ഒരു കണ്ടീഷൻസ് അംഗീകരിക്കേണ്ടി വന്നു. ഇപ്പോൾ അവരുടെ ഒരു യാഥാർത്ഥ്യ ബോധത്തോട് കൂടി ഒരു പെരുമാറ്റമാണ്. അതായത് ഇസ്രായേലിനോടൊപ്പം അമേരിക്ക എന്ന വൻശക്തിയോട് ചേർന്ന് കഴിയുമ്പോൾ അവരോട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് റിയൽ ലൈഫിലേക്ക്, റിയാലിറ്റിയിൽ ബേസ്ഡ് ഉള്ള ഒരു ഡിസിഷനിലേക്ക് എടുക്കാം എന്നുള്ള ഒരു ചിന്ത കുറച്ചെങ്കിലും ആൾക്കാർ വന്നു എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളൂടെയാണ് എനിക്ക് അവിടെ കാണുന്നത്. ഇനി അതോടൊപ്പം ഇത് എക്സ്കലേറ്റ് ചെയ്യുമോ എന്ന് രഞ്ജിത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്നുള്ളൊരു വീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി എസ്കലേറ്റ് ആയി. അതായത് ഈ കഴിഞ്ഞ ഒരു 10 മാസമായിട്ട് ഈ ഒരു ഫൈറ്റ്, ഒരു പ്രോക്സി വാർ പോണക്ക് ഇസ്രായേൽ എന്നുള്ള സ്റ്റേറ്റും മുമ്പ് കെണൽ പറഞ്ഞു പോണക്ക് തന്നെ മറ്റു രാജ്യമല്ല തന്നെ അവരുടെ പ്രോക്സികളായിട്ടുള്ള അവരുമായിട്ടുള്ള ഒരു ഫൈറ്റുമായിട്ടായിരുന്നു നിന്നിരുന്നത്. എന്നാൽ അത് ഇറാൻ ഡയറക്റ്റ് ഇടപെട്ടപ്പോൾ തന്നെ അതൊരു റീജിയണലായിട്ട് ഓൾറെഡി അത് എസ്കലേറ്റ് ചെയ്തു. ഇനി കേരളം മുമ്പേ പറഞ്ഞൊരു പോയിന്റ് ഞാൻ കടമെടുക്കുകയാണ്. ഈസ് ഇറ്റ് എസ്കലേറ്റ് മേ ബി നോട്ട്. റീസൺ ഇതാണ്, എസ്കലേറ്റ് ചെയ്യാനുള്ള റീസൺ ഇതാണ്. ഒന്ന്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പൊളിറ്റിക്കൽ നിലനിൽപ്പിന് തന്നെ ഈ ഒരു യുദ്ധം വളരെയധികം അനിവാര്യമാണ്. കാരണം 150ഓളം ബന്ദികളെ അവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷം അവരെ മുഴുവൻ തിരിച്ചു കിട്ടാത്തത് കൊണ്ട് ഇസ്രായേൽ ജനങ്ങൾ പോലും തെരുവിലിറങ്ങി ഈ യുദ്ധത്തിനിടയിലും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണകൂടത്തിന് എതിരെ സമരങ്ങളൊക്കെ നടത്തുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന് അവിടെ തന്നെ പൊളിറ്റിക്കലി പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല ശക്തമായ ഒരു ലീഡർഷിപ്പ് കാണിക്കണം. ഈ പറഞ്ഞ ഹൂതികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും തുടച്ചു നീക്കണം, അവരുടെ ലീഡേഴ്സിനെ കൊന്നെടുക്കണം എന്നുള്ളൊരു വാശിയും ഒരു സ്ട്രാറ്റജിയും അദ്ദേഹത്തിനുണ്ട്. നന്ദി പ്രധാനപ്പെട്ട അതിഥികൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ മോഹൻ വർഗീസ്, ശ്രീ ജോസ്ലീബ, ശ്രീ സ്റ്റീഫൻ ഉണ്ടായിരുന്നു, ശ്രീ കേണൽ ഡിന്നി, ഒപ്പം ശ്രീ സജിമോൻ ആന്റണി. നിങ്ങൾ നിലപാടുകൾ വ്യക്തമാക്കിയതിന്. ഇറാനുള്ള ഇസ്രായേൽ തിരിച്ചടി ഒക്ടോബർ 7 എന്നാണ് ന്യൂസ് 18 PD പോളിലൂടെ പ്രേക്ഷകരോട് ചോദിച്ചത്. അതെ എന്ന് 62% ആളുകൾ അഭിപ്രായപ്പെട്ടു, അല്ല എന്ന് 26% ആളുകൾ പറഞ്ഞു. നിഷ്പക്ഷരായി 12% ആളുകളും ഈ പോളിൽ പങ്കെടുത്തു. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.